Good morning, all, and very happy New Year. Good morning, ma'am. Good morning, Morning, ma'am. Happy New Year. Good morning, ma'am. Happy New Year. Happy New Year. Good morning, ma'am. Morning, ma'am. Happy New Year. Happy New Year. Happy New Year. Happy New Year, ma'am. Happy New Year. So, this is your first class. Like yesterday was English. ഇന്നലെ ഇംഗ്ലീഷ് ആയിരുന്നു. ഇന്ന് നമ്മൾ മോണ്ടിസോറിയുടെ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. ഇംഗ്ലീഷ് മോണ്ടിസോറിയുടെ ഒരു ഭാഗം തന്നെയാണ് ഫോർ യുവർ കമ്മ്യൂണിക്കേഷൻ. Okay. So, we will start. Actually, I will tell you what's the structure of our class. നിങ്ങൾ ആദ്യം ഒരു കമ്മിറ്റി ഫോം ചെയ്യണം. കമ്മിറ്റിയിൽ 2 കോർഡിനേറ്റേഴ്സ് ഉണ്ടായിരിക്കണം. നമുക്കിവിടെ ഞാൻ ഉൾപ്പെടെ ഒരു 50 പേര് ജോയിൻ ആയിട്ടുണ്ട്. ഈ 2 കോർഡിനേറ്റേഴ്സ് ആ ഒരു വീക്കിലെ ക്ലാസ്സസ് കോർഡിനേറ്റ് ചെയ്യണം. അവരുടെ റോൾ എന്ന് പറഞ്ഞാൽ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പ്രെയർ വേണം, ഒരു തോട്ട് ഫോർ ദ ഡേ വേണം, പിന്നെ സൈൻ ഇൻ. എന്താ സൈൻ ഇൻ എന്നറിയും? ആങ്കറിങ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ നമ്മുടെ രഞ്ജിനി ഹരിദാസ് ഒക്കെ പോലെ? ക്ലാസ് റൂമിലേക്ക് കടന്നു വന്ന് എല്ലാരെയും ഒന്ന് വെൽക്കം ചെയ്ത് അത് യുവർ ഓൺ വേ. യെസ്, അത് നിങ്ങളുടെ തന്നെ ഒരു വേയില്, ഒരു യുണീക്ക് വേയില് എന്നുവെച്ചാൽ എപ്പോഴും ഗുഡ് മോർണിംഗ് എന്നുള്ളതിനേക്കാളും നമ്മൾക്കൊരു ഡിഫറെന്റ് വേയില് ഒരു ഡാൻസിങ് സ്റ്റെപ്സ് ഒക്കെ ചെയ്ത് വീഡിയോ ഓൺ ചെയ്തിട്ട് ഒരു ഡാൻസിങ് സ്റ്റെപ്പ് ലൈക്ക് ഒപ്പന, മാർഗംകളി, ഭരതനാട്യം, തിരുവാതിരക്കളി, കയ്യൊട്ടിക്കളി, അങ്ങനെ എന്താണോ ഒരു ഡാൻസിങ് ഒരു റിതമിക് ടോണില് ചെയ്യാം. അതല്ല ഒരു ആക്ഷൻ സോങ്ങിലൂടെ സൈൻ ചെയ്യാം. സോ ഇറ്റ്സ് അപ് ടു യു. മനസ്സിലായോ? നമുക്കൊരു കമ്മിറ്റി ഫോം ചെയ്യണം. അതിൽ 2 കോർഡിനേറ്റേഴ്സ് ഉണ്ടാവും. അപ്പൊ നെക്സ്റ്റ് വീക്ക് ആവുമ്പോൾ ഈ കോർഡിനേറ്റേഴ്സ് മാറി അടുത്ത 2 പേര് റെഡി ആയിട്ട് മുന്നോട്ട് വരണം. ആരുടെ പേര് പറഞ്ഞ് നിങ്ങൾ ആവണം അങ്ങനെയൊന്നുമില്ല. ദിസ് ഇസ് അവർ ക്ലാസ്. നമ്മളുടെ ഇഷ്ടം നമ്മൾ ഡിസൈഡ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോ 2 കോർഡിനേറ്റേഴ്സ് എന്നിട്ട് അവര് ആയിരിക്കണം പറയേണ്ടത് ഇന്ന് പ്രെയർ ആരാണ് എന്നുള്ളത് ഒക്കെ അവര് ചോദിച്ച്, നിങ്ങളുടെ ഒരു പേഴ്സണൽ നിങ്ങൾക്ക് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവുമല്ലോ, അതിൽ ചോദിച്ചിട്ട് പ്രെയറിന് ആരാണ് റെഡി അവര് പ്രെയർ പറയാൻ വരിക. തോട്ട് ഫോർ ദ ഡേക്ക് ആരാണോ റെഡി അവര് വരിക. നെക്സ്റ്റ് സൈൻ ഇൻ ചെയ്യാനായിട്ട്, സൈൻ ഇൻ നമുക്ക് 2 പേരെ കൊണ്ട് ചെയ്യിക്കാം. കാരണം ഈ 57 പേർക്കും സൈൻ ഇൻ ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല ഒറ്റ ദിവസം കൊണ്ട്. 1 hour അല്ലേ ക്ലാസ് ഉള്ളൂ. അപ്പോ 2 പേര്, നെക്സ്റ്റ് ഡേ അടുത്ത 2 പേര്, അങ്ങനെ എല്ലാവരിലും ഈ ഒരു ഓപ്പർച്യൂണിറ്റി ചെല്ലണം. ഓക്കെ. പിന്നെ ക്ലാസ് കഴിയുമ്പോൾ നമ്മൾ താങ്ക് യു ഒക്കെ പറഞ്ഞ പിരിയില്ലേ, അപ്പൊ ഒരു സൈൻ ഔട്ട്. ദിസ് ഈസ് മീ so and so signing in and wishing you all a very good morning എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു നല്ല സ്റ്റൈലിലൊക്കെ ഇങ്ങനെ പറയില്ലേ, ആ ഒരു രീതിയിൽ ആൾക്കാർ ആങ്കറിങ് ചെയ്യുന്ന കാണുന്നുണ്ടല്ലോ. നമ്മൾ പല ഷോയിലും പല ഇവന്റും ആങ്കർ ചെയ്യാനായിട്ട് ആൾക്കാർ വരില്ലേ, അവർ അവരുടെ ഒരു സ്റ്റൈലിൽ പറയില്ലേ. അപ്പൊ നമ്മൾക്ക് നമ്മളുടെ ഒരു സ്റ്റൈൽ. ക്ലിയർ ആയോ? പറയാനുള്ളവരെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആണോ? ഓ, ദാറ്റ്സ് വെരി ഗുഡ്. പ്രയർ ചെല്ലാനും സൈൻ ഇൻ സൈൻ ഔട്ട് ഒക്കെ പറയാനുള്ള ആൾക്കാരെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ വീക്കിൽ ഫസ്റ്റ് ക്ലാസ് അല്ല, ഫസ്റ്റ് ക്ലാസ് ആരുടെ ആയിരുന്നു? അശ്വതി മാം. അശ്വതി മാം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, സോ അപ്പൊ എനിക്ക് ഈസി ആയിരിക്കും. ഓക്കെ ദെൻ പ്ലീസ്. 3 പേരെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പറഞ്ഞിട്ട്. സ്റ്റാർട്ട് ചെയ്തോളൂ. എപ്പോ വരക്കോണ്ടാ ഞാൻ മ്യൂട്ട് ചെയ്തത്. എന്ത് പറ്റി? ആരൊക്കെയാ ആ 3 പേര്? മീൻസ് പ്രേയറിന് ആരാ വരുന്നത്? പ്ലീസ് കം ഫോർവേഡ്. We don't have
പ്രയർ പറഞ്ഞ ആള് അബ്സെന്റാ തോന്നുന്നുണ്ട്. വേറെ ആരെങ്കിലും റെഡിയാണോ? ഞാൻ പാടാം മാം. ഓക്കെ, ഗുഡ് മോർണിംഗ് മാം. പ്രണവനാദനാം പ്രപഞ്ച പാലക പരമദീപമായി നീയണയൂ. താമസിലുയരും തനയരിവരിൽ തമസകറ്റാൻ നീയണയൂ. അജ്ഞത നിറയും അന്തരംഗങ്ങളിൽ വിജ്ഞാനദീപമായി നീയണയൂ. അജ്ഞത നിറയും അന്തരംഗങ്ങളിൽ വിജ്ഞാനദീപമായി നീയണയൂ. സത്യവും നീതിയും പാരിൽ പുണർന്നിടാൻ സത്യത്തിൻ നാഥനായി നീയുണരൂ. സത്യവും നീതിയും പാരിൽ പുണർന്നിടാൻ സത്യത്തിൻ നാഥനായി നീയുണരൂ. പ്രണവനാദനാം പ്രപഞ്ച പാലക പരമദീപമായി നീയുണരൂ. താങ്ക് യു മാം. വെരി സൂത്തിങ്, വെരി ഗുഡ്. ഓക്കെ, നൈസ്. ഇനി എന്താ തോട്ട് ഫോർ ദ ഡേ ആണോ? ഓക്കെ, തോട്ട് ഫോർ ദ ഡേ ആരാ? മാം, ഞാൻ പറയാം. Education is the most powerful weapon which you can use to change the world. Nelson Mandela. ഓക്കെ, നെക്സ്റ്റ്. വാട്ട്സ് നെക്സ്റ്റ്? സൈൻ ഇൻ. വി നീഡ് 2 people. 2 പേരെ വേണം സൈൻ ഇൻ ചെയ്യാൻ. ആരുമില്ല. Good morning, ma'am. ഗുഡ് മോർണിംഗ് മാം. മോർണിംഗ്. An investment is രണ്ടുപേരും ഒരേ കാര്യം പറയാൻ വന്നാണോ? ഓക്കെ, പ്ലീസ്. an investment in knowledge pays the best interest. Benjamin Franklin. ഓക്കെ, Thank you. സോ എഡ്യൂക്കേഷൻ, നോളജ്, അതിനെ പറ്റിയുള്ള നല്ലൊരു കൺസെപ്റ്റോട് കൂടിയാണ് നിങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അതിനു മുമ്പ് ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ പേര് ജിഷ. എന്റെ വീട് നോർത്ത് പറവൂരാണ്. സോ എനിക്ക് തോന്നുന്നു വീക്ക്ലി വൺസ് ഞാൻ നിങ്ങളെ കാണും. ആക്ച്വലി തേഴ്സ്ഡേ ആണ് നമ്മുടെ ക്ലാസ്. സോ ഇന്നൊരു ദിവസം ഫസ്റ്റ് വീക്ക് ആണല്ലോ. സോ ഐ തോട്ട് ഐ വിൽ ടേക്ക് ദ ക്ലാസ്. പിന്നെ സിമ്പിൾ ഇംഗ്ലീഷിൽ നമുക്ക് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ജോബ് സാർ നമ്മുടെ കൂടെ ഉണ്ട്. സാർ നമ്മൾ ഒത്തിരി സപ്പോർട്ട് ചെയ്യും. അപ്പൊ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം ക്ലാസ്സസ്. ഓക്കെ, ഈവൻ ദോ റെക്കോർഡ് ക്ലാസ് കാണുന്നവരാണെങ്കിലും ചിലർക്ക് ഓൺലൈൻ, ചിലപ്പോൾ ഗ്രൗണ്ട് ലെവൽ ഓൺലൈനിലേക്ക് വരാനായിട്ട് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. റെക്കോർഡ് ക്ലാസ് കാണുമ്പോഴും ആ ഒരു സീരിയസ്നെസ്സോട് കൂടി ഇരുന്ന് കാണും. സോ നിങ്ങൾക്ക് ഇപ്പം ഇംഗ്ലീഷിന്റെ ക്ലാസ് ആയിട്ട് കഴിഞ്ഞത്. അശ്വതി മിസ്സിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിരുന്നു അല്ലെ? ഇൻട്രോ ആയിരുന്നു, ശരിയല്ലേ? Yes. അതെ മാം. ഓക്കെ, അപ്പൊ നമ്മള് ഇതിന്റെ ഫസ്റ്റ് മോഡ്യൂളില് നമുക്കറിയാം, നമ്മള് കൊച്ചു കുട്ടികളാണ് നമ്മളുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. അതായത് ഒരു 2.5 വയസ്സ് കഴിഞ്ഞ്, അല്ലെങ്കിൽ 3 years, 2.5 വയസ്സ് തുടങ്ങിയിട്ടുള്ള ആ ഒരു ഏജിൽ വരുന്നത്. അത് കൂടാതെ നമ്മള് പാരന്റ് ആണ്, അല്ലെങ്കിൽ പാരന്റ് ആകാൻ പോകുന്നവരുണ്ടാകാം, ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവരുണ്ടാകാം. എനിവേ നമ്മളുടെ മുന്നിലൂടെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ കുഞ്ഞുങ്ങൾ കടന്നു പോകും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ട പല സമയങ്ങൾ വരും. ആ ഒരു സമയത്ത് വി ഹാവ് ടു നോ അബൌട്ട് ദം. നമുക്ക് അവരെ അറിയണം അല്ലെ? അവർ ഭയങ്കര നിഷ്കളങ്കരാണ്. അപ്പം അവരുടെ ഉള്ളിൽ കള്ളമില്ല, ഒന്നുമില്ല. ബട്ട് ഓരോ സിറ്റുവേഷൻസിനനുസരിച്ചാണ് അവരുടെ ക്യാരക്ടർ, ബിഹേവിയർ എല്ലാം മാറുന്നത്. നമുക്ക് 2 രീതിയിൽ ക്യാരക്ടേഴ്സ് അവരിൽ ചേഞ്ചസ് വരാം. ഏതൊക്കെയാ 2 രീതി? ഒരാളുടെ സ്വഭാവം, ആ ഒരു
പെരുമാറ്റ രീതി, സ്വഭാവം, അത് ഏതൊക്കെ 2 കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യും? ഫാമിലി, ഫാമിലി, സൊസൈറ്റി. സൊസൈറ്റി. ഓക്കെ. അതായത് ഉദ്ദേശിക്കുന്നത് കുട്ടി വളരുന്ന ചുറ്റുപാട്, അതല്ലേ ഉദ്ദേശിച്ചത്? ഫാമിലി ആൻഡ് സൊസൈറ്റി എന്നുള്ളത്. സ്കൂളിലേക്ക് പോകാനായിട്ട് തുടങ്ങുമ്പോൾ സ്കൂളും വരും. അപ്പൊ 3 കാര്യങ്ങൾ അതിൽ വന്നു. ഞാൻ ഈ കുട്ടിയുടെ സ്വഭാവം, പെരുമാറ്റ രീതി, ഈ രണ്ടെന്ന് പറഞ്ഞത് ഏതൊക്കെയാന്ന് പറയാം. ഒരു കുഞ്ഞ് ജനിക്കുമ്പോ 2 വ്യക്തികൾ തമ്മിലുള്ള സ്നേഹത്തിന്റെ ഒരു പ്രതീകമാണല്ലോ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ കുഞ്ഞ് ജനിക്കുമ്പോ ഈ കുഞ്ഞിന്റെ സ്വഭാവത്തില് അച്ഛന്റെ പാറ്റേൺ വരാം, അമ്മയുടെയും പാറ്റേൺ വരാം, അല്ലെ? പാരന്റ്സിന്റെ 2 പേരുടെ സൈഡിൽ നിന്നുള്ള പാറ്റേൺസ് വരും. ജനറ്റിക് എന്ന് നമ്മൾ പറയും, ജനിതകപരമായിട്ടുള്ളത്, അല്ലെ? ബയോളജിക്കൽ ഫാദറിന്റെയും മദറിന്റെയും സ്വഭാവ സവിശേഷങ്ങൾ കുട്ടികളിലേക്ക് വരും. ദാറ്റ് ഇസ് ജനറ്റിക്. അതായത് 46 ക്രോമസോമുകളില് 46 ക്രോമസോമുകളിൽ 23 ക്രോമസോൺസ് ഫ്രം ഫാദർ സൈഡ്, 23 ക്രോമസോൺ ഫ്രം മദർ സൈഡ്. അവിടെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ഒരു എന്താ പറയാ, അവരുടെ ട്രേറ്റ്സ്, സ്വഭാവ സവിശേഷതകള് പാരന്റൽ സൈഡിൽ നിന്ന് വരുന്നത്, ബോത്ത് ഫ്രം മദർ ആൻഡ് ഫാദർ. ഇനി അവിടെ നമുക്ക് ചേഞ്ചസ് വരാൻ പറ്റില്ല, ശരി തന്നെ. ബട്ട് കുട്ടി വളരുന്ന ചുറ്റുപാട് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ഡിസൈൻ ചെയ്യുവാണെങ്കിൽ അവിടെ നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റില്ലേ കുട്ടികളുടെ സ്വഭാവത്തില്? പറ്റുമോ? ആ ഒരു ജനിച്ച് ഏകദേശം ഒരു 2.5-3 വയസ്സ് വരെ കുട്ടി ജീവിക്കുന്നത് ഫാമിലിയിലാണ്. പാരന്റ്സിന്റെ കൂടെ, ഗ്രാൻഡ് പാരന്റ്സിന്റെ കൂടെ, സിബ്ലിങ്സിന്റെ കൂടെ എന്നൊക്കെ പറയാം. അപ്പൊ ആ വീട്ടിലെ ചുറ്റുപാട്, അത് നല്ല ഒരു അന്തരീക്ഷം കുട്ടിക്ക് കൊടുത്താൽ മാത്രമാണ് കുഞ്ഞിന്റെ ഡെവലപ്മെന്റ്, വളർച്ച, അത് ശരീരത്തിന്റെ ആണെങ്കിലും മനസ്സിന്റെ വളർച്ചയാണെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ. ആഫ്റ്റർ 3 years ഒക്കെ കഴിയുമ്പോൾ, 3 years എന്ന് പറയുമ്പോൾ 1 year കഴിയുമ്പോഴേക്കും കുട്ടി സോഷ്യലൈസ് ചെയ്യാനായിട്ട് തുടങ്ങും, പുറത്ത് പോകാൻ തുടങ്ങും. നമ്മൾ പറഞ്ഞ സൊസൈറ്റി, പലയിടങ്ങളിൽ പോകാൻ തുടങ്ങും, ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ തുടങ്ങും. അതും കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിന് സഹായകമാകുന്നു. അപ്പൊ അത് നല്ല രീതിയിലായാലാണ് ഈ പലപ്പോഴും കുട്ടികൾ അബ്യൂസിങ് നേരിടുന്നു, അത് അവർക്കൊരു ട്രോമയാകും, അത് അവരുടെ സ്വഭാവത്തിൽ പല മാറ്റങ്ങൾ വരുത്തും. ഇനി ഒരു 3 വയസ്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ 2.5 വയസ്സ് കഴിയുമ്പോൾ കുട്ടി സ്കൂളിൽ നിന്നുള്ള, ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള എൻവയോൺമെന്റിലേക്ക് പോവുകയാണ്. അപ്പൊ നമുക്ക് 2 റോളാണ്. നമ്മുടെ വീട്ടില് ആസ് എ പാരന്റ് ആണെങ്കിൽ വീട്ടിലെ പാരന്റ് എന്നുള്ള റോളും ഉണ്ട്, നമ്മൾ സ്കൂളിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ടീച്ചർ എന്നുള്ള റോളും ഉണ്ട്. നമ്മളെ സംബന്ധിച്ച് അത്രയും റെസ്പോൺസിബിലിറ്റി വരുന്നു. വീട്ടിൽ ഒരാള്, 2 ആള്, 3 പേര് ആണ് മാനേജ് ചെയ്യുന്നതെങ്കിൽ സ്കൂളിൽ അതല്ല. നമ്പർ ഓഫ് സ്റ്റുഡൻസ് യുണീക്കാണ്, ഓരോരുത്തരും ഓരോ പ്രത്യേകതകൾ ഉള്ളവരാണ്, എല്ലാം ഒരുപോലത്തെ അല്ല. അവിടെ നമ്മളുടെ റെസ്പോൺസിബിലിറ്റി കൂടുന്നു. ഈ 3 ഇടങ്ങൾ, എൻവിയോൺമെന്റിനെ നമ്മൾ 3 ഫേസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, കുഞ്ഞ് വളരുന്ന എൻവിയോൺമെന്റ് അല്ലെങ്കിൽ അന്തരീക്ഷത്തിനെ നമ്മൾ 3 ഫേസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുക. ഫാമിലി, സൊസൈറ്റി, ദെൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പം ഒരു ബേർത്ത് തുടങ്ങിയ 6 years വരെയും വളരെ ശ്രദ്ധിക്കണം. ആ സമയത്താണ് ഇവരുടെ ഒരു അടിത്തറ, ചൊട്ടയിലെ ശീലം ചുടല വരെ നമ്മൾ കേട്ടിട്ടില്ലേ? ആ ഒരു ടൈമിൽ എന്താണോ അവരുടെ ഉള്ളിലേക്ക് കിട്ടുന്നത് അതങ്ങ് ശരിക്കും ബ്രെയിനിൽ അങ്ങ് രജിസ്റ്റർ ആവും. നമ്മളെ പോലെ മനസ്സിലെ പല കാര്യങ്ങളും ഇങ്ങനെ ഓർത്തോർത്ത ഡീവിയേഷൻ അവിടെ ഇല്ല. അവർ കിട്ടുന്നതേ അങ്ങനെ ഉൾക്കൊള്ളുവാണ്. അച്ഛനും അമ്മയും കൂടെ വഴക്കിടുന്നു, അതും ഇതും വാക്കുകൾ പ്രയോഗിക്കുന്നു, അതങ്ങനെ അങ്ങ് വിഴുങ്ങിയെടുക്കും. അങ്ങനെ അവരുടെ ബ്രെയിനിലേക്ക് അങ്ങോട്ട് ഇംപ്രഷൻസ് ആയിട്ട് കിടക്കും, അവരത് ഉപയോഗിക്കും. ഓക്കെ. അപ്പൊ അങ്ങനെ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിനു മുമ്പ് നമുക്ക് കുഞ്ഞിന്റെ ആരോഗ്യം, ശരീരത്തിന്റെ ആരോഗ്യം, അതിനെ കുറിച്ച് അറിയണം. എങ്ങനെയുള്ള ഫുഡ് ഹാബിറ്റ്സ് ആയിരിക്കണം ഓരോ ഏജിലും അവർക്ക് കൊടുക്കേണ്ടത്, അത് നമ്മൾ അറിയണം. കുട്ടിയെ ഹെൽത്ത് ആൻഡ് ഹൈജീൻ എങ്ങനെ എങ്ങനെ പ്രാക്ടീസ് ചെയ്യിക്കണം. എന്തെങ്കിലും ഒരു ചെറിയ അപകടം വന്നാൽ ഫസ്റ്റ് എയ്ഡ് എങ്ങനെ പ്രൊവൈഡ് ചെയ്യാം, അത് വീട്ടിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും. കുട്ടികൾക്ക് ചെറുപ്പത്തിൽ വരുന്ന കോമൺ ആയിട്ടുള്ള ഡിസീസസ് അത് നമ്മൾ മനസ്സിലാക്കണം. അതിനെ പ്രിവെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മൾ എന്തെല്ലാം സ്റ്റെപ്സ് എടുക്കണം. അതുപോലെ തന്നെ അവരുടെ കുട്ടികളുടെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും അതോറിറ്റീസിന്റെ ഭാഗത്തുനിന്നും എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതിനെ കുറിച്ച് നമ്മൾ അവെയർ ആയിരിക്കണം. ഇതാണ് നിങ്ങളുടെ മോഡ്യൂൾ 1 പാർട്ട് 1. ക്ലിയർ ആയോ? ഒരു കുഞ്ഞിന്റെ ഹെൽത്ത്, ന്യൂട്രീഷൻ,
അവർക്ക് കാരണം നമുക്കറിയാം നമ്മൾ ഇമ്മ്യൂണൈസേഷൻ എടുക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് അല്ലെ. ജനിച്ച ആ വീക്കിലെ തന്നെ അല്ലെങ്കിൽ ആ ഫസ്റ്റ് ഡേ ഇറ്റ് സെൽഫ് തന്നെ ഇമ്മ്യൂണൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻ ബിറ്റ്വീൻ ഓരോ പ്രായമാകുമ്പോൾ ഓരോ അസുഖങ്ങളെ പ്രിവെന്റ് ചെയ്യുന്ന രീതിയിൽ ഇമ്മ്യൂണൈസേഷൻ എടുക്കുന്നുണ്ട്. ഇപ്പൊ കോമൺ ആയിട്ട് കുറെ കുട്ടികൾക്ക് മംസ് വരുന്നുണ്ട് അല്ലെ. ഇതിനൊക്കെ വാക്സിനേഷൻ ഉണ്ട്. എന്നാലും ഈ മംസ് എന്റെ മോനും വന്നതാട്ടോ. അപ്പൊ ഞാനിങ്ങനെ ഡോക്ടറോട് ചോദിച്ചു, അതിന് വാക്സിനേഷൻ എടുത്തല്ലോ, പിന്നെ എന്താണ് ഡോക്ടർ എന്റെ മോന് മംസ് വന്നേന്ന് ചോദിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാല് 1000-ൽ 1 കുട്ടിക്ക് വരാം, അതിനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇവന്തോ നമ്മൾ ഇമ്മ്യൂണൈസേഷൻ എടുക്കുമ്പോഴും ദർ ഇസ് എ ചാൻസ് അസുഖങ്ങൾ വരാൻ. നമ്മൾ ഇമ്മ്യൂണൈസേഷൻ എടുത്താണല്ലോ ഇനി പേടിക്കണ്ട എന്നൊരിക്കലും വിചാരിക്കരുത്. നമ്മൾ കെയർ ചെയ്തിരിക്കണം. അങ്ങനെ അവരുടെ ഏജ്. പിന്നെ അടുത്ത പാർട്ട് 2ലേക്ക് വരുമ്പോഴാണ് നമ്മൾ നല്ല പോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുട്ടികളുടെ മനസ്സിന്റെ ആരോഗ്യം. മനസ്സിന്റെ ആരോഗ്യത അവരുടെ ഡെവലപ്മെന്റ്, അവരുടെ വളർച്ച, മാനസിക വളർച്ചയും ശാരീരിക വളർച്ചയും. പിന്നെ അവരുടെ ബിഹേവിയർ സ്വഭാവത്തിനെ കുറിച്ചുള്ള സ്റ്റഡി, സൈക്കോളജി. ഇത് നമ്മൾ പാർട്ട് 2 വരുന്നു. അപ്പൊ പാർട്ട് 1 അബൌട്ട് ദ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത്, ശരീരത്തിന്റെ ഹെൽത്തും മനസ്സിന്റെ ഹെൽത്തും, അവർക്ക് വരുന്ന അസുഖങ്ങൾ, പ്രിവെൻഷൻ, പ്രൊട്ടക്ഷൻ, അവർക്ക് കൊടുക്കേണ്ട ഭക്ഷണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പാർട്ട് 2 നിങ്ങൾ വരുമ്പോഴേക്കും കുട്ടികളുടെ ഡെവലപ്മെന്റും അവരുടെ ഗ്രോത്തും, ശരീരത്തിന്റെ വളർച്ചയും മനസ്സിന്റെ വളർച്ചയും വരും. അതുപോലെ തന്നെ അവരുടെ മനസ്സിനെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യുവാണ് സയന്റിഫിക് ആയിട്ട്. അവരുടെ ബിഹേവിയറിനെ കുറിച്ച് സയന്റിഫിക് ആയിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുന്നു. ചൈൽഡ് സൈക്കോളജി വരും. ഇത്രയും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ പാർട്ട് 2, മൊഡ്യൂൾ 1ന്റെ പാർട്ട് 2 കഴിയും. ഈ പാർട്ട് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ മോണ്ടിസോറി മെത്തേഡ് എന്താന്നുള്ളതിലേക്ക് കടക്കുവാണ്. ആരാണ് പറയുന്നത് മോണ്ടിസോറി? എന്തുകൊണ്ട് അവരത് ഡിസൈൻ ചെയ്തു? ഈ മെത്തേഡ് എങ്ങനെയാണ്? ഈ മെത്തേഡിലെ സ്കൂൾ എങ്ങനെയാണ്? ക്ലാസ് റൂം എങ്ങനെയാണ്? ഈ മെത്തേഡിലെ കുട്ടികൾ എങ്ങനെയായിരിക്കും ഈ മെത്തേഡിൽ അതിനെ ഉൾക്കൊണ്ട് വളരുന്നത്? അവരത് എൻജോയ് ചെയ്യുന്നുണ്ടോ? അവരുടെ ഗ്രോത്ത് ഡെവലപ്മെന്റിൽ ഈ മെത്തേഡ് എത്രത്തോളം നമുക്ക് സഹായിക്കുന്നു? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പാർട്ട് 3 വരുന്നത്. പാർട്ട് 4 വരുമ്പോഴേക്കും സ്കൂൾ മാനേജ്മെന്റ്. നമ്മൾ സ്കൂളിൽ വർക്ക് ചെയ്യാൻ പോകും, അല്ലെങ്കിൽ നമ്മൾ സ്കൂൾ തുടങ്ങാൻ പോവാന്ന് വിചാരിച്ചു ഈ കോഴ്സ് കഴിഞ്ഞിട്ട്. കുറെ പേര് അങ്ങനെ ഉണ്ടാകും. ഈ കോഴ്സ് എടുക്കുന്ന തന്നെ സ്വന്തമായിട്ട് ഡേ കെയർ, പ്രീ സ്കൂൾ, അല്ലെങ്കിൽ ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ. നമ്മുടെ പല ബാച്ചിലെ പല കുട്ടികളും ഇതുപോലെ തന്നെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇത് പഠിക്കുന്നുണ്ട്. അപ്പൊ ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിന്റെ മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ പാർട്ട് 4, ലാസ്റ്റ് പാർട്ട് മൊഡ്യൂൾ 1ൽ വരുന്നത്. അങ്ങനെ മൊഡ്യൂൾ 1 കഴിയുന്നു. മൊഡ്യൂൾ 2 നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആണ്. ദാറ്റ് ഈസ് ഫോർ കമ്മ്യൂണിക്കേഷൻ. മാക്സിമം യൂസ് ചെയ്യുക. നമ്മൾ മാക്സിമം ഇംഗ്ലീഷിൽ തന്നെ, സിമ്പിൾ ഇംഗ്ലീഷിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എനിക്കും നിങ്ങൾക്കും അത് വളരെ ബെനിഫിഷ്യൽ ആണ്. നമ്മളുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യും അല്ലെ. പലർക്കും നല്ല വേർഡ് പവർ ഉണ്ടായിരിക്കും, നല്ല വൊക്കാബുലറി ഉണ്ടാവും. പുതിയ പുതിയ വേർഡ്സ് നിങ്ങൾ പറയുമ്പോൾ അത് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. എനിക്കതൊക്കെ അറിയാനായിട്ട് പറ്റും. അങ്ങനെ പിന്നെ ചിലരുടെ ആക്സെന്റ് വളരെ നല്ലതായിരിക്കും. അത് കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിമിക്രിയ. ഒരാൾ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ നമുക്ക് തോന്നുന്നു. ഭയങ്കര ഒരു ആക്സെന്റ് കേൾക്കുമ്പോൾ അല്ലെ. അപ്പൊ അതൊരു മിമിക്രി തന്നെയാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ അതിനകത്ത്. സിമ്പിൾ ആണ്. അത് പിന്നെ നമുക്ക് ഫ്ലോയോട് കൂടി വരുന്നു. മലയാളം പറയുന്നില്ല. ലൈക്ക് വൈസ് ഇംഗ്ലീഷ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈസി ലാംഗ്വേജ് ആണ്. നമുക്ക് മോണ്ടിസോറി മെത്തേഡിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞങ്ങൾക്ക് 1 ഇയർ ക്ലാസ്സിൽ ഫസ്റ്റ് 1 വീക്ക് മാത്രമാണ് ഇംഗ്ലീഷിൽ മലയാളം സംസാരിക്കാൻ പെർമിറ്റ് ചെയ്തിരുന്നുള്ളൂ. പിന്നെ സെക്കൻഡ് വീക്ക് ഓൺവേർഡ്സ് ഇംഗ്ലീഷിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നായിരുന്നു. ഞാൻ അങ്ങനെ നിർബന്ധം പറയില്ല, കാരണം പല ബ്ലോക്കിങ്ങും ബുദ്ധിമുട്ടും ഉണ്ടാവും. നമ്മുടെ ഉള്ളില് ഫുൾ ലാംഗ്വേജ് ഉണ്ട്, പക്ഷെ പുറത്തേക്ക് വരണ്ടാവില്ല. അപ്പൊ നമുക്ക് പതുക്കെ മിക്സഡ് ലാംഗ്വേജിൽ മലയാളം ഇംഗ്ലീഷും കൂടെ മിക്സ് ചെയ്തിട്ടോ അങ്ങനെ നല്ലപോലെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവര് ഇംഗ്ലീഷ് പറയുവാണെങ്കിൽ ബാക്കിയുള്ളവർക്ക്, സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് അത് കേൾക്കുമ്പോൾ അവർക്കത് പറയാനുള്ള ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. ഓക്കെ, സോ വി ക്യാൻ സ്റ്റാർട്ട് ദ ക്ലാസ്. നമ്മളുടെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അത് മൊഡ്യൂൾ 1ലെ പാർട്ട് 1ലെ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എന്നുള്ള ടോപ്പിക്കിലെ ഫസ്റ്റ് യൂണിറ്റ്, മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. ഞാൻ അത് ഷെയർ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇതിനകത്ത് 3 കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ്, വെൽനസ്. ഹെൽത്ത് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഒന്ന് ഓരോരുത്തരായിട്ട് അവരുടെ അഭിപ്രായം പറയും. ഒരാൾ പറയുമ്പോൾ നമുക്ക് അറിയില്ല ആരാ അൺമ്യൂട്ട് ചെയ്യാൻ പോണേന്ന് അറിയില്ല. ഒരാൾ പറയുമ്പോഴേക്കും ബാക്കിയുള്ളവർ ജസ്റ്റ് ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് പറയാം. അപ്പോഴേക്കും ഞാൻ നമ്മുടെ മെറ്റീരിയൽ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, എന്താ ഹെൽത്ത്, ആരോഗ്യം എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ഉള്ളിലേക്ക് ആദ്യം വരുന്നത്?
പണ്ട് കൊച്ചു ക്ലാസ്സിൽ Good നമ്മൾ morning, ma'am. പഠിക്കും. യെസ് പ്ലീസ്. നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മാനസികവും ശാരീരികവും സാമൂഹികവുമായ ആരോഗ്യമാണ് ഹെൽത്ത് എന്ന് നമ്മൾ കൊച്ചിലെ തൊട്ട് സ്കൂളിൽ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതെ. I truly believe in that. അങ്ങനെ തന്നെ ഞാൻ ചിന്തിക്കുന്നു. ഓക്കെ, അടുത്ത ശരി തന്നെയാണ്. അടുത്ത ആരാ പറയാൻ വന്നല്ലോ എന്ന് പറഞ്ഞേ. ഞാനും ഇത് തന്നെയായിരുന്നു ഉദ്ദേശിച്ചത്. ആരോഗ്യവും മാനസികവും സാമൂഹികമായ നമ്മളിൽ ഉണ്ടാകുന്നത്. പിന്നെ നമ്മളെ ഹെൽത്ത് വൈസ് നമ്മളെ എന്താ പറയാ മാനേജ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുക. ഇപ്പം പല്ല് തേക്കുക, കുളിക്കാൻ, നിത്യ ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നതും ഹെൽത്ത് ഇതിൽ വരുന്നതാണ്. ഓക്കെ, വെരി ഗുഡ്. ഹൈജീൻ ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ഹെൽത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് യെസ്. ഉള്ള കാര്യം. Then what next? Hello. പറഞ്ഞു. Without illness, without sadness, with happy, അതും ഒരു തരത്തിൽ പറഞ്ഞ ഹെൽത്ത് അല്ലേ? അതെ, തീർച്ചയായിട്ടും. മാം, ഹെൽത്ത് എന്ന് പറഞ്ഞാല് എന്താ ശാരീരികവും മാനസികവും സാമൂഹികവുമായിട്ട് ഒരു വ്യക്തിയിലുള്ള ഒരു സുഖമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ശാരീരികം എന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ ആരെങ്കിലും? നമ്മളെല്ലാം കേട്ടു, ശാരീരികവും മാനസികവും സാമൂഹികവുമായ ആരോഗ്യം. ഓക്കെ, ശാരീരികം എന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ അത് ഒരു കുട്ടിയാണെങ്കിൽ നമ്മൾ നന്നായി ഫുഡ് കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ നല്ല തടിയുണ്ട് എന്ന് വെച്ചാൽ അതൊരു അവരുടെ ബേസ് അല്ല. നല്ല ഹെൽത്തി ആണെന്നല്ല അതിന്റെ മീനിങ്. അതിന് ഇമ്പോർട്ടൻ്റ് ആയി ന്യൂട്രീഷ്യൻസ് എല്ലാം കിട്ടിയിരിക്കണം. അല്ലാണ്ട് കുറെ തടിയുള്ളൊരു കുട്ടി ഹെൽത്തി ആണ് എന്ന് പറയുന്നത് അതിനൊരു പോയിന്റ് അല്ലല്ലോ. അപ്പോൾ എല്ലാ തരത്തിലും ആവശ്യമായ എല്ലാ ന്യൂട്രീഷ്യൻസും കിട്ടിയിരിക്കണം. അതാണ് ഫിസിക്കൽ ഹെൽത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി മാനസികം. സ്ട്രെസ് ഒന്നും ഇല്ലാതെ എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുകയാണ് ഒരു മാനസിക ആരോഗ്യം. അതെ. ഇനി സാമൂഹികം എന്ന് പറഞ്ഞല്ലോ, അതെ. സോഷ്യലായിട്ടൊരു ആൾക്കാർക്ക് ഇടപെടാനുള്ള ആ ഒരു സ്കിൽ ഉണ്ടായിരിക്കണം. ചില കുട്ടികൾ നമ്മൾ കാണാൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരിക്കും സോഷ്യലി ഇറങ്ങി കഴിയുമ്പോൾ. ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു ഉൾവലിയൽ ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഹെൽത്തിനെ കുറിച്ച് പല ആസ്പെക്റ്റില് നമ്മുടെ കാഴ്ചപ്പാട്, നമ്മുടെ പെർസ്പെക്റ്റീവ് പല രീതിയിൽ നമ്മൾ പറഞ്ഞു. നമ്മുടെ വ്യൂ പോയിന്റ്, നമ്മുടെ ഒപ്പീനിയൻ എല്ലാ ഏരിയയിലും ടച്ച് ചെയ്തു. നമ്മളുടെ ശരീരത്തിന്റെ ആരോഗ്യം, മനസ്സിന്റെ, ദെൻ സാമൂഹികം, സോഷ്യലൈസ് ചെയ്യുന്നത്. ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുവാണ്, എന്റെ വീടിന്റെ തൊട്ടടുത്ത് ഒരു ഫാമിലി വന്ന് താമസിക്കുന്നു. ഫാമിലിയാണ്, അതായത് അച്ഛൻ, അമ്മ, കുട്ടികളൊക്കെ ഉണ്ട്. നമുക്ക് പെട്ടെന്ന് നമുക്കൊരു സന്തോഷം അല്ലെ, നമ്മളുടെ തൊട്ടടുത്തൊരു ഫാമിലി വരുന്നു, ഒരാളായാലോ കൂട്ടായാലോ എന്ന് വിചാരിക്കും. കുട്ടികളുടെ തന്നെ പ്രായത്തിലുള്ളവര്, അവർക്ക് കളിക്കാൻ കൂട്ടായി, ലൈക്ക് അങ്ങനെ. പക്ഷെ അവര് തൊട്ടടുത്തുള്ള ആരോടും സംസാരിക്കുന്നില്ല, അങ്ങനെ ആരോടും മിണ്ടുന്നില്ല. എപ്പോഴും വാതിലും ജനലും ഒക്കെ അടച്ചിട്ട് ഇരിക്കുക. അവർ സോഷ്യലൈസ് ചെയ്യുന്നില്ല. ദേ ആർ നോട്ട് സോഷ്യലൈസിങ് വിത്ത് അതേഴ്സ്. അപ്പൊ അത് ശരിക്കും അവരുടെ നമ്മൾ ഈ പറഞ്ഞ 3 ഫേസിലുള്ള ആരോഗ്യത്തെ കണക്ട് ചെയ്ത് പറയുമ്പോൾ അവരൊട്ടും ഹെൽത്തി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു ഹെവി ഭക്ഷണമൊക്കെ കഴിച്ച് ശരീരത്തിനല്ല ആരോഗ്യമുണ്ട്, മെന്റൽ ഹെൽത്തിന്റെ കാര്യം നമുക്ക് ഒട്ടും അറിയില്ല. കാരണം നമ്മൾ അവരോട് സോഷ്യലൈസ് ചെയ്തിട്ടില്ല, ഇന്ററാക്ട് ചെയ്തിട്ടില്ല. അവർക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ, വിഷമമുണ്ടോ, അല്ലെങ്കിൽ ടെൻഷനും വിഷമം എല്ലാവർക്കും ഉണ്ട് അല്ലെ. പക്ഷെ അത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നു, നമ്മളുടെ സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റുന്നു. ദാറ്റ് ഇസ്, അപ്പോഴാണ് മെന്റൽ ഹെൽത്ത് മുകളിലേക്ക് പോകുന്നത്. നമുക്ക് എപ്പോഴും ടെൻഷനാണ്, സ്ട്രെസ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോഴാണ് മെന്റൽ ഹെൽത്ത് താഴേക്ക് പോകുന്നത്. എത്ര ഭക്ഷണം കഴിച്ച് ശരീരത്തിന് ആരോഗ്യം ഉണ്ടായിട്ട് കാര്യമില്ല, മനസ്സിന് സന്തോഷവും സമാധാനവും ഇല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് വളരെ ലോ ആയിരിക്കും. ആ പേഴ്സൺ ഹെൽത്തി ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പണ്ടൊക്കെ ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പറയും ഭക്ഷണം കഴിച്ച് നല്ല ആരോഗ്യം കിട്ടി, അതാണ് പറയുന്നത്. പക്ഷെ മോഡേൺ കൺസെപ്റ്റ് ആണ് നമ്മൾ പറയുന്നത്. മോഡേൺ എന്നല്ല, ഇറ്റ്സ് ദ ഫാക്ട്. അത് തന്നെയാണ്. പണ്ടാണെങ്കിലും ഇപ്പോഴാണെങ്കിലും ഹെൽത്തി പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ശരീരത്തിനും മനസ്സിനും ഒക്കെ ആരോഗ്യം. സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി എന്ന് കേട്ടിട്ടില്ലേ?
ഹെൽത്തി മൈൻഡ് ഇൻ ഹെൽത്തി ബോഡി എന്ന് കേട്ടിട്ടില്ലേ? ആരോഗ്യമുള്ള മനസ്സ് ആരോഗ്യമുള്ള ശരീരത്തിൽ. അവ രണ്ടും കണക്റ്റഡ് ആണ് അല്ലെ? ഇന്റർ കണക്റ്റഡ് ആണ്. ഒന്നില്ലെങ്കിൽ ഒന്നില്ല, ആ ഒരു രീതിയിൽ തന്നെ. ഇനി ഭക്ഷണം ഒന്നും കഴിക്കാനില്ല, കഴിക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാന്ന് വിചാരിച്ചു. കഴിക്കാൻ ഉണ്ടായിട്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ കഴിക്കാനില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാകുമ്പോഴും അവിടെയും മെന്റൽ ഹെൽത്ത് ലോ ആയിരിക്കും. അപ്പൊ അതിനെ കുറിച്ചോർത്തുള്ള വറിയാണ്. അസുഖങ്ങളും വരും. അസുഖങ്ങൾ വരുമ്പോ മാനസികമായി തളരും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ഒരേപോലെ കണക്റ്റഡ് ആണ്. ഇനി നമ്മുടെ ലാസ്റ്റ് പോയിന്റ് അല്ല, ലാസ്റ്റ് അല്ല, രണ്ടാമത്തെ ഫിസിക്കൽ ഫിറ്റ്നസ്. എന്താണ് ഈ ഫിസിക്കൽ ഫിറ്റ്നസ്? ഫിസിക്കൽ ഫിറ്റ്നസ് എന്താ? ശാരീരികമായ ആരോഗ്യം, ഇല്ലാതെ ഇരിക്കുക. കറക്റ്റ് ആയിരിക്കുക. അയാള് ഭയങ്കര ഫിസിക്കലി ഫിറ്റ് ആന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ശാരീരികമായിട്ട് ആരോഗ്യമായിട്ട് ഡൂയിങ് ഹിസ് എക്സസൈസ് റെഗുലർലി അല്ലെ? നമ്മളൊരു എക്സസൈസ് റെഗുലർ ആയിട്ട് ചെയ്ത് നമ്മുടെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ് ഫിസിക്കലി ഫിറ്റ് എന്ന് പറയുന്നത്. ശരിയല്ലേ? ഞാൻ 4 നേരം അല്ലെങ്കിൽ 3 നേരം നല്ല നല്ല ഭക്ഷണം കഴിച്ചാൽ എന്റെ ശരീരത്തിന് നല്ല ആരോഗ്യമുണ്ട്, പക്ഷെ മനസ്സിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, എന്റെ മെന്റൽ ഹെൽത്തും ഓക്കെയാണ്. ബട്ട് ഞാൻ പ്രോപ്പർ എക്സസൈസ് ചെയ്യുന്നില്ല. എന്റെ ഏജിനും എന്റെ ശരീരത്തിന്റെ ഇതിനനുസരിച്ചുമുള്ള ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ ഫിസിക്കലി ഫിറ്റ് ആകും അല്ലെ? അസുഖങ്ങളെ പ്രിവെന്റ് ചെയ്യാനുള്ളതാണ്. ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് കൈവരുത്താം. ഡാൻസ് ചെയ്യാം, സൂംബ ചെയ്യാം, യോഗ ചെയ്യാം, അതുപോലെ തന്നെ ജിമ്മിൽ പോയിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാം, വാമപ്പ് എക്സസൈസ് ചെയ്യാം. വീട്ടിൽ തന്നെ നമുക്ക് നമ്മുടെ ബോഡിക്ക് പറ്റുന്ന രീതിയിൽ വീട്ടിലെ എക്യുപ്മെന്റ്സ് നമുക്ക് വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ വീട്ടിൽ എക്യുപ്മെന്റ്സ് ഇല്ലാതെ നമുക്ക് ചെയ്യാം. പലതും നമുക്ക് ചെയ്യാം. പല രീതിയിലുള്ള എക്സസൈസസ് ഉണ്ട്. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഡാൻസ് ഫോമിലേക്ക് ആക്കിയിട്ട് ചെയ്യാനായിട്ട് പറ്റും. എറോബിക്സ്, സൂംബ, അങ്ങനെ പല രീതി, കാർഡിയോ വാസ്കുലർ എക്സസൈസസ്, അങ്ങനെ പലതും കേട്ടിട്ടുണ്ട്. അതിനൊരു കാശ് മുടക്കി ജിമ്മിൽ പോകണമെന്നില്ല. നമ്മളൊരു ടൈം അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ച് നമുക്ക് ചെയ്യാം അല്ലെ? രാവിലെ നടക്കാൻ പോവാം, പാർക്കിലേക്ക് നടക്കാൻ പോവാം. അപ്പൊ അവിടെ ആളുകൾ ലോഫിംഗ് എക്സസൈസ് ചെയ്യുന്ന കാണാം, ചിരിച്ചുകൊണ്ട്. അങ്ങനത്തെ ഒരു എക്സസൈസ് ഉണ്ടല്ലോ. യോഗ പ്രാക്ടീസ് ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യാം. മനസ്സ് ഭയങ്കരമായിട്ട് നമുക്ക് ശാന്തമാവുന്ന ഒരു എക്സസൈസ് ആണ് മെഡിറ്റേഷൻ. ആക്ച്വലി നമ്മൾ എവറി ഡേ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ ഈ കോഴ്സിന് ജോയിൻ ചെയ്താൽ തീർച്ചയായിട്ടും. കാരണം നമ്മൾ ആസ് എ ഫെസിലിറ്റേറ്റർ, നമ്മളൊരു ടീച്ചറായിട്ട് പോവുകയാണ്. ടീച്ചറായിട്ട് പോകുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാനുള്ള കോൺസെൻട്രേഷൻ പവർ, ഒബ്സർവേഷൻ പവർ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം. ലൈക്ക് നമ്മളെല്ലാരും നമ്മളുടെ ഓരോരുത്തരുടെയും റിലീജിയസ് ബിലീഫ് ട്രഡീഷൻസ് അനുസരിച്ച് പ്രെയർ ചെയ്യാറുണ്ടോ? അതിന്റെ ഭാഗമായിട്ട് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം. അല്ലെങ്കിൽ വെറുതെ 10 മിനിറ്റ്സ് കണ്ണടച്ചിരിക്കാം. എവിടെയെങ്കിലും സൈലന്റ് ആയിട്ട് മൊബൈലൊക്കെ ഒന്ന് സൈലന്റിൽ വെച്ചിട്ടോ മാറ്റി വെച്ചിട്ടോ എവിടെയെങ്കിലും ഒരു പോയിട്ട് നമുക്ക് കണ്ണടച്ചിരിക്കോ എന്നിവ ചെയ്യാം. അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം മനസ്സിൽ വിചാരിച്ച് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാം. ഈ മ്യൂസിക് കേട്ടുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യണം, മ്യൂസിക് കേട്ടുകൊണ്ട് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് പ്രോംപ്റ്റുകൾ കൊടുക്കാം. ലൈക്ക് നമുക്ക് ക്ലാസ്സിൽ ഒരു ദിവസം അത് ചെയ്യാം, ഇന്ന് നമുക്ക് അതിനുള്ള ടൈം ഇല്ല, അപ്പൊ ഒരു ദിവസം ചെയ്യാം. നിങ്ങൾക്കും ലീഡ് ചെയ്യാം മെഡിറ്റേഷൻ. ലീഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്യാം. ഇത് വളരെ ആവശ്യമാണ്. വേറൊന്നുമല്ല, നമ്മുടെ മുന്നിൽ ഒരു 10 കുട്ടി വന്നാലും 50 കുട്ടികൾ വന്നാലും നമുക്ക് ഈച്ച് ആൻഡ് എവരി വൺ യുണീക്ക് ആണ്. വളരെയധികം പ്രത്യേകതയുള്ള ഹൃദയങ്ങളാണ് നമ്മുടെ മുന്നിൽ വരുന്നത്. അപ്പൊ അവരെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് നല്ല ഒബ്സർവേഷനും കോൺസെൻട്രേഷനും വേണം. ഓക്കെ, ഫിസിക്കൽ ഫിറ്റ്നസ് അത് പറഞ്ഞു. ദെൻ വെൽനസ് എന്താ? വെൽനസ്? ശരീരത്തിനും മനസ്സിനും ആരോഗ്യം വേണം. ഫിസിക്കലി ഫിറ്റ് ആണ് ഞാൻ. ഇനി വെൽനസ് എന്താ? വെൽ ബീയിങ്, വെൽനസ് എന്നൊക്കെ പറഞ്ഞ എന്താ? അതെ, പക്ഷെ അത് നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ അവിടെയും പ്രതിരോധ ശേഷി കിട്ടുന്നത്. ഞാൻ എന്തും എന്നെ എക്സാമ്പിൾ ആയിട്ട് പറയുന്ന കേട്ടോ. ഞാൻ ഒരിടത്ത് ജോലി ചെയ്യുവാണ്, എനിക്ക് നല്ല സാലറി കിട്ടുന്നുണ്ട്. ബട്ട് ആ വർക്കിംഗ് പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്നെ ഭയങ്കര പ്രഷറൈസ് ചെയ്യുന്നു. എന്റെ നേരെ ഷൗട്ട് ചെയ്യുന്നു എന്റെ ബോസ്. എപ്പോഴും എനിക്ക് എങ്ങനെയൊക്കെ വർക്ക് ചെയ്താലും എനിക്ക് അവിടെ നിന്ന് ഫയറിങ് കിട്ടുന്നു. എനിക്ക് എന്തെങ്കിലും സന്തോഷമുണ്ടോ? 1 lakh സാലറി ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ വെല്ലാണോ?
അല്ല. 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 എനിക്ക് എന്റെ നീഡ്സിനെല്ലാം വേണ്ടുന്ന ശമ്പളമൊക്കെ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷെ എനിക്ക് പറ്റുന്നില്ല ആ ഒരു എൻവയോൺമെന്റ്. അതുപോലെ തന്നെ വീട്ടിൽ നല്ല വീടുണ്ട്, സമയത്തിന് ഭക്ഷണമുണ്ട്, എല്ലാം നല്ല നല്ല ഭക്ഷണം കിട്ടുന്നു, ഞാൻ എക്സസൈസ് ചെയ്ത് ഫിസിക്കലി ഫിറ്റ് ആക്കുന്നു. ബട്ട് എന്റെ വീട്ടില് എപ്പോഴും വഴക്കും ബഹളമാണ്. ഞാൻ വെല്ലാണോ? അല്ല. അപ്പൊ നമുക്ക് ഇതെല്ലാം കണക്റ്റഡ് ആണ്. നമ്മളുടെ ശരീരത്തിന്റെ ആരോഗ്യം, മനസ്സിന്റെ ആരോഗ്യം, നമ്മൾ ചെയ്യുന്ന എക്സസൈസസ്, ഡെയിലി ആക്ടിവിറ്റീസ്, പിന്നെ നമ്മളുടെ എൻവിയോൺമെന്റിന്റെ ആ ഒരു സുഖം. ഈ വെൽനസ് പല പല ഏരിയയില് ആയിട്ട് എക്സ്പ്ലോർ ചെയ്ത് കിടക്കുവാട്ടോ. ഇപ്പോഴും റിസർച്ചുകൾ നടക്കുന്നുണ്ട്. ക്ലൈമറ്റ് നമ്മളുടെ വെൽനസിനെ ബാധിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കൂ? Yes, ma'am. എന്റെ വീട്ടിലെ ക്ലാസ് റൂമിലിരുന്ന് ഞാൻ ക്ലാസ് എടുക്കുമോ, പക്ഷെ എനിക്ക് ചൂടെടുത്തിട്ട് ഒരു രക്ഷയില്ല. ഭയങ്കര ചൂട്, സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് സമാധാനമായിട്ടോ നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാൻ എനിക്ക് പറ്റുന്നില്ല. സോ ക്ലൈമറ്റ് നമ്മുടെ വെൽനസിനെ അവിടെ ബാധിക്കുന്നുണ്ട്. ഇനി ഭയങ്കര തണുപ്പുള്ള രാജ്യം, അവിടെ ഐസൊക്കെ ഇങ്ങനെ വീഴുവാ, അങ്ങനെ ഒട്ടും വെള്ളമായിട്ടല്ല, നല്ല കട്ടയായിട്ട് ഐസ് വീഴുന്നു. ഫുൾ നമ്മളിങ്ങനെ ഫുൾ ഓവറും പല ജാക്കറ്റും അതും ഇതും ഒക്കെ ഇട്ട്, ഗ്ലൗസും ഒക്കെ ഇട്ട്, വലിയ ബൂട്ട്സ് ഒക്കെ ഇട്ട് വേണം നടക്കാൻ. മര്യാദക്ക് നമുക്കൊന്ന് നമ്മള് ഫ്രീ ആയിട്ട് നടക്കാൻ പോലും പറ്റില്ല. അത്രയ്ക്ക് സാധനങ്ങൾ ഇങ്ങനെ ഇട്ടിട്ടല്ലേ നടക്കുന്നത്. അതും ഇവരുടെ വെൽനസിനെ ബാധിക്കും. സ്ഥലം ഏതാന്ന് എനിക്ക് ഓർമ്മയില്ല. ഇതുപോലെ ഉള്ള സ്ഥലങ്ങളിൽ ആളുകൾ ഡിപ്രഷനിലേക്ക് പോകുന്ന പറയുന്നത്. ഈ ഭയങ്കര തണുപ്പുള്ള സ്ഥലത്ത് അവിടെ ഭയങ്കര വെൽത്ത് ആണ്, ആൾക്കാരെല്ലാം റിച്ച് പീപ്പിൾ ആണ്. ബട്ട് അവർക്ക് സൺലൈറ്റ് കിട്ടുന്നത് കുറവാണ്. എപ്പോഴും മൂടിക്കെട്ടിയത്, നമുക്ക് വൺസ് ഇൻ എ വൈലൊക്കെ ഒന്ന് മൂടിക്കെട്ടിയ ഒരു ഓവർകാസ്റ്റിംഗ് കണ്ടീഷൻ ഒക്കെ ഭയങ്കര ഇഷ്ടമല്ലേ? ഇങ്ങനെ മൂടിക്കെട്ടിയിരിക്കുമ്പോ ഇങ്ങനെ വീട്ടിലിങ്ങനെ എല്ലാവരുമായിട്ടൊക്കെ സംസാരിച്ചൊക്കെ ഇരിക്കാൻ ഇഷ്ടം. പക്ഷെ നമുക്കത് ദിവസത്തിലൊരു നമ്മള് എണീറ്റിരിക്കുന്ന ഒരു 80% ടൈമും ഇങ്ങനെ ഇരുട്ടായിട്ട് കാണുമ്പോൾ ആൾക്കാർ ഡിപ്രഷനിലേക്ക് പോകും. ചിലർ സൂയിസൈഡ് ചെയ്യുന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ അത് ക്ലൈമാറ്റിക് വെൽനസ് എന്ന് പറഞ്ഞുള്ള ആ ഏരിയയെ കുറിച്ച് ഇപ്പൊ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുക. അതെല്ലാം നമ്മളുടെ സുഖം, നമ്മളുടെ സന്തോഷം, സമാധാനം അതിനെ ബാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നായിട്ട് നമ്മുടെ ഇതിലേക്ക് പോവാം. എന്റെ രീതി നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ പറയണം. ഞാനിപ്പോ ഒരു ഇൻട്രൊഡക്ഷൻ തന്നു ഈ യൂണിറ്റിനെ കുറിച്ച്. അപ്പൊ ഒരു ഐഡിയ കിട്ടി. നമ്മൾ പോകാൻ പോകുന്ന 3 ഏരിയകൾ: ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ്, വെൽനസ്. ഇനി ഇതില് PDF നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. PDF റെഫറൻസ് ഒരു നോട്ട്ബുക്ക് കയ്യിൽ കരുതണം. മിസ് പറഞ്ഞു തന്നിട്ടുണ്ടാവും ഞാൻ വിചാരിക്കണം. നോട്ട്ബുക്ക് കയ്യിൽ കരുതണം. ഓരോ യൂണിറ്റ് പറയുമ്പോൾ നമ്മളിവിടെ കുറെ ഡിസ്കഷൻസ് നടത്തിയില്ലേ, അത് പോയിന്റ്സ് ഒക്കെ നോട്ട്ബുക്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് ഫ്രീ ടൈം കിട്ടുമ്പോൾ നല്ലപോലെ അന്ന് തന്നെ ചെയ്താൽ അന്ന് നല്ലത്. അല്ലെങ്കിൽ പിറ്റേ ദിവസമൊക്കെ ആകുമ്പോൾ മറന്നുപോകും. അതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതി വെക്കുക. ഇനിയിപ്പൊ എനിക്ക് ഇംഗ്ലീഷിൽ അത് സിമ്പിൾ ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ മലയാളത്തിൽ എഴുതി വെക്കുക. പിന്നീട് അത് ഇംഗ്ലീഷിലേക്ക് ആക്കി നോക്കാനായിട്ട് ശ്രമിക്കണം. അപ്പൊ നമുക്ക് നല്ലൊരു നോട്ട് അല്ലെങ്കിൽ ഒരു അസറ്റ്, നമുക്കൊരു നല്ലൊരു ഡേറ്റ കിട്ടും. അത് നമ്മൾ എക്സ്ട്രാ ടെക്സ്റ്റുകൾ പുറത്തുനിന്ന് കാശ് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല. ഇത് മതി നമ്മൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ഓക്കെ, പിന്നെ ഞാൻ പൊതുവെ ക്ലാസ്സിലെ ആരെങ്കിലും ഓഡിയോ നല്ല ക്ലിയർ ആയിട്ടുള്ള ഡിസ്റ്റർബൻസ് ഇല്ലാത്തവരെ കൊണ്ട് ഒന്ന് റീഡ് ചെയ്യിക്കാറുണ്ട്, പാരഗ്രാഫ് ആയിട്ട്. ആ ഒരു രീതിയിൽ പോയാൽ മതിയോ? ഞാൻ വായിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് വായിക്കുമ്പം നമുക്ക് പല കാര്യങ്ങളുടെ പ്രൊനൗൺസിയേഷൻ കറക്ഷൻ വരുന്നുണ്ടെങ്കിൽ അത് പിന്നീട് റീഡ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാകും. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മളുടെ PDF പോകാം. ഹെഡിങ് നിങ്ങൾ എല്ലാവരും കണ്ടു. സോ ഒന്ന് വായിക്കാമോ? ആ ഫസ്റ്റ് 2 പാരഗ്രാഫ് ഫിസിക്കൽ ഫിറ്റ്നസിന് മുമ്പ് വരെ ഇവിടെ വരെ, ഓൾസോ എന്നുള്ള ഈ ഇവിടെ വരെ. Yes, Miss വായിക്കാം. Health, physical fitness and wellness. It is the duty of the individuals to care for happy and worthy human life. This can be made possible only by paying considerations to wellness that includes health and physical fitness.
അത്രയും മതിയോ? അടുത്ത ഹെൽത്ത് എന്നുള്ള അതും കൂടെ വായിക്കാമോ? ഹലോ, കേൾക്കുന്നില്ലേ? ഹെൽത്ത് ഓക്കെ വായിക്കാം മിസ്. ഹെൽത്ത് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് ബീങ് ഐഡന്റിക്കൽ വിത്ത് ഫ്രീഡം. വിത്ത് മാം ചെറിയൊരു കണ്ണിന് ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ടുണ്ടല്ലോ സൂം ആണോ? ചെയ്തിട്ട് അങ്ങോട്ട്. സ്പെക്സ് ഫ്രീഡം ഫ്രം സ്പെക്സ് വെച്ചില്ലായിരുന്നു. ഡിസീസസ് ആൻഡ് ഇൽനെസ് ദാറ്റ് include a positive fundamental wellness associated with the quality of life and positive well-being also. Okay, very Physical. Okay, thank you, ma'am. So that was about health അല്ലെ? നമ്മൾ ഹെൽത്തിനെ കുറിച്ച് പറയുമായിരുന്നു, അതിന്റെ ഇടയ്ക്ക് വെൽനസ് വന്നു. ഓക്കെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ പറഞ്ഞ പോലെ ശാരീരികം, മാനസികം, സോഷ്യൽ വെൽബീയിങ്. വെൽബീയിങ് എന്ന് പറഞ്ഞാൽ ബീയിങ് ഹാപ്പി, നമ്മുടെ സന്തോഷം. നമുക്ക് എപ്പോഴും സന്തോഷം എന്നല്ല, നമുക്ക് ദുഃഖം വന്നാലും നമ്മൾ അതിനെ മാനേജ് ചെയ്യുന്നു അല്ലെ? അത് മാനേജ് ചെയ്യുമ്പോഴാണ് നമ്മളുടെ മെന്റൽ ഹെൽത്ത് നല്ല രീതിയിൽ നിൽക്കുന്നത്, മെന്റൽ ഹെൽത്ത് ബാലൻസ് ആയി നിൽക്കുന്നത്. നമ്മുടെ വീട്ടിലൊരു ലോസ് സംഭവിച്ചു, ഒരാളെ നമുക്ക് നഷ്ടപ്പെട്ടു, ഭയങ്കര വിഷമമുണ്ട്, നമുക്ക് ശരിക്കും സഹിക്കാൻ പറ്റുന്നില്ല, നമ്മൾ ഭയങ്കരമായിട്ട് ബേസ്റ്റ് ഔട്ട് ആവുന്നു, കരയുന്നു, എല്ലാം നടക്കുന്നു. ബട്ട് നമുക്കത് പിന്നീട് മാനേജ് ചെയ്യാൻ പറ്റുന്നു, ആ ഒരു വിഷമം, ആ ഒരു ലോസ്. ഇറ്റ് ഹാപ്പൻഡ് അല്ലെ? അങ്ങനെ സംഭവിച്ചു, എല്ലാവർക്കും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. ബട്ട് അതിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു? മേ ബി ടൈം എടുക്കുമായിരിക്കും, സമയം എടുത്ത് പോവുമായിരിക്കും, പക്ഷെ നമ്മളത് മാനേജ് ചെയ്യുന്നു. പക്ഷെ ആ ലോസ് ആയ ആളെ നമ്മൾ മറന്നു പോകണമെന്നൊന്നും ഒരിക്കലും പറയില്ല. അവര് നമ്മളുടെ ഉള്ളിലുണ്ട്, അതൊരു ആശ്വാസം കൂടിയാണ് അവരുള്ളിലുള്ളത്. അവരെ മറക്കണം എന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ആ ഓർമ്മകൾ നമ്മൾ ചിലപ്പോൾ മുന്നോട്ടുള്ള ജീവിതം കൊണ്ടുപോകും. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഓരോ ഗ്രീഫ് വരുമ്പം നമ്മൾ അതിനെ മാനേജ് ചെയ്യുന്നത് ദാറ്റ്സ് ഓൾസോ വെൽനസ്. അത് നമ്മുടെ മെന്റൽ ഹെൽത്ത് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകും. ഇനി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അത് നമ്മളുടെ മെമ്മറിയിൽ നിന്ന് കളയുക, അത് തന്നെ നമ്മൾ വേണം. അത് നമ്മൾ എപ്പോഴും ഇട്ട് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദാറ്റ് വിൽ ഓൾസോ അഫക്റ്റ് അവർ മെന്റൽ ഹെൽത്ത് ആൻഡ് വെൽനസ്. അത് അങ്ങനെ വരുമ്പോഴേക്കും അത് ശരീരത്തിന്റെ ആരോഗ്യത്തിനെയും ബാധിക്കും. അല്ലെ? ഒരു സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്, അതാണ് ഹെൽത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓവറോൾ ഹെൽത്തിനെ നമ്മൾ പറയുന്നത്. അല്ലാതെ അസുഖങ്ങളില്ലാത്ത അവസ്ഥ മാത്രമല്ല ആരോഗ്യം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നോട്ട് അസുഖങ്ങളില്ലാത്ത അവസ്ഥ, ആബ്സെൻസ് ഓഫ് ഡിസീസോ മാത്രമല്ല, ഫ്രീ ഓഫ് ഇൽനെസ്, അങ്ങനെ അസുഖങ്ങൾ വരുന്നതോ അങ്ങനത്തെ അതില്ലാതിരിക്കുന്നത് മാത്രമല്ല ഹെൽത്ത് എന്ന് പറയുന്നത്. നമ്മളുടെ കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്, നമ്മള് ബീയിങ് ഹാപ്പി ആയിട്ടിരിക്കുന്നു എല്ലാ രീതിയിലും. ഈ ഒരു ന്യൂ ഇയർ നമ്മളുടെ 2025 സ്റ്റാർട്ട് ചെയ്തപ്പോ ശരിക്കും പറയുവാണെങ്കിൽ 2024ന്റെ കണ്ടിന്യൂവേഷൻ ആണ് 2025. 2024 തീർന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ ഡിസിഷൻ എടുത്തത് എന്താണ്? മോണ്ടിസോറിക്ക് ജോയിൻ ചെയ്യാൻ 2024 ആണ്. അത് ആ ജേർണി കണ്ടിന്യൂ ചെയ്യുന്നത് 2025ലേക്കാണ്. സോ ദിസ് ഇസ് ദ കണ്ടിന്യൂവേഷൻ ഓഫ് 2024 അല്ലെ? ഓക്കെ, സോ നമുക്ക് ആബ്സെൻസ് ഓഫ് ഡിസീസ് മാത്രമല്ല ഹെൽത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്, കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ഈ വെൽനസ് ഇതെല്ലാം കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത്. പിന്നെ ഞാനൊന്ന് ചോദിക്കട്ടെ, നമുക്ക് ഒരു കുറെ വർഷങ്ങൾ ജീവിച്ചിരിക്കേണ്ടതാണോ ഇഷ്ടം? അതായത് അസുഖങ്ങളൊക്കെ വന്ന് കഷ്ടപ്പെട്ട് കൈ നടക്കാൻ വയ്യാണ്ടായി, ഇടയ്ക്ക് കിടപ്പായി, ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്ത് അങ്ങനെ കുറെ ഒരു 100-120 വർഷം ജീവിച്ചിരിക്കുന്നതാണോ നല്ലത്? അസുഖങ്ങളൊന്നും ഇല്ലാതെ ആരോഗ്യത്തോടു കൂടി ജീവിച്ചിരിക്കുന്നതാണോ നല്ലത്? അതായത് ക്വാളിറ്റി ഓഫ് ലൈഫ് ആണ് ഇമ്പോർട്ടന്റ്, ക്വാണ്ടിറ്റി അല്ല. എത്ര കാലം ജീവിച്ചിരുന്നു എന്നല്ല, ക്വാളിറ്റിയോട് കൂടി ജീവിച്ചിരുന്നു, അതാണ് ഇമ്പോർട്ടന്റ് അല്ലെ? അപ്പൊ ക്വാണ്ടിറ്റി ഓഫ് ലൈഫിനേക്കാളും സ്റ്റാറ്റസ് ഓഫ് ലൈഫിനേക്കാളും സ്റ്റൈൽ ഓഫ് ലൈഫിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വാളിറ്റി ഓഫ് ലൈഫാണ് അല്ലെ? ഓക്കെ, അപ്പൊ നമ്മളൊരു ട്രയാങ്കിൾ വരയ്ക്കുവാണെങ്കിൽ, ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, 3 സൈഡ്സ് ഉണ്ട്, 3 കോർണേഴ്സും ഉണ്ട് ട്രയാങ്കിളിന്. മാത്തമാറ്റിക്കലി കോർണേഴ്സ് എന്നല്ല, വേർട്ടിസസ് എന്നാ പറയുന്നത്. അപ്പൊ 3 നമുക്കിപ്പോ നമ്മൾ ജനറലി അല്ലേ പറയുന്നത്, 3 മൂലകൾ, കോർണേഴ്സ് ഉണ്ട്. നമ്മളുടെ ഈ 3 കാര്യങ്ങള്, ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ്, വെൽനസ്, നമ്മൾ ഈ 3 കോർണറിലും കൊണ്ടുപോയി വെക്കുവാണെങ്കിൽ ദാറ്റ് ഈസ് ഹെൽത്ത്. ഓവറോൾ ഹെൽത്ത് എന്ന് പറയുന്നത് അതാണ്.
ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് അതിന്റെ ഓരോ മൂലയ്ക്കും ഓരോ കോർണറിലും ഇവരെ ഓരോരുത്തരെയും വെക്കുക. ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ്, വെൽനസ്. നമ്മൾ ഇതിനെ ഈ 3 കോർണറിനെയും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ആ ട്രയാങ്കിൾ കംപ്ലീറ്റ് ആവും. സോ നമ്മളുടെ ഹെൽത്ത് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഈ 3 കാര്യവും കൂടെ ഒരുമിച്ച് ഒരേപോലെ വരണം. സോ ഒരു ഹെൽത്ത് ട്രയാങ്കിൾ നമ്മൾ വരയ്ക്കുവാണെങ്കിൽ ആ ഹെൽത്ത് ട്രയാങ്കിളിന്റെ 3 കോർണേഴ്സ് ആണ് ഈ 3 കാര്യങ്ങളും. ഹെൽത്ത് ഒക്കെ വരച്ചു വെച്ചോട്ടോ, ഇതൊന്നും നമ്മുടെ PDF-ലുള്ള കാര്യമല്ല. ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്, ഈ 3ഉം കൂടെ ജോയിൻ ആവുമ്പോൾ ആ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ആ ട്രയാങ്കിൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആയോ? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്ന ഹെൽത്ത് ട്രയാങ്കിൾ ആണ്. ഓക്കെ, ഇനി നമ്മളിപ്പോ ഹെൽത്തിനെ കുറിച്ചും ഈ ഹെൽത്തും ഫിസിക്കൽ ഫിറ്റ്നസും വെൽനസും ഒക്കെ എങ്ങനെ കണക്റ്റഡ് ആവുന്നു. ഹെൽത്ത് എന്ന് പറയുന്നത് ആബ്സെൻസ് ഓഫ് ഡിസീസ് അല്ല, നമ്മുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ നമ്മളുടെ സന്തോഷം, സമാധാനം, well-being, that is being happy. Okay, complete physical, mental and social. ശരിക്കും ആ ട്രയാങ്കിളിന്റെ 3 കോർണറിൽ ഹെൽത്തും ഫിസിക്കൽ ഫിറ്റ്നസും വെൽനസും വരുമ്പോൾ അവിടെയുണ്ട് ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. നെക്സ്റ്റ് ഫിസിക്കൽ ഫിറ്റ്നസ്. നമുക്ക് ക്ലാസ്സിലും വേണമെങ്കിൽ ഇതുപോലെ ചെറിയ വാമപ്പ് എക്സസൈസ് ഒക്കെ ചെയ്യാം. ആരെങ്കിലും ചെയ്ത് കാണിക്കാനൊക്കെ റെഡി ആണെങ്കിൽ, നമ്മളുടെ ഒരു ബാച്ചിലെ ഒരു കുട്ടിയുടെ ഹസ്ബൻഡ് ഇതുപോലെ ജിം നടത്തുന്നുണ്ട്. അവിടെ നിറയെ ആളുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ആ കുട്ടി ഒരു ദിവസം ക്ലാസ്സിൽ ഹസ്ബൻഡിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമ്മൾ ഭയങ്കര ആക്റ്റീവായി നമ്മളെ നല്ല സ്മാർട്ടായിട്ട് ഇരിക്കാനുള്ള കുറെ വാമപ്പ് എക്സസൈസസ് പറഞ്ഞു തന്നിരുന്നു. വളരെ യൂസ്ഫുൾ ആണ്. ഈവൻ ദോ നമുക്ക് കൈക്കൊരു പെയിൻ ഉണ്ടെങ്കിൽ, കാലിനൊരു പെയിൻ ഉണ്ടെങ്കിൽ, നമുക്ക് കഴുത്തിന് പെയിൻ ഉണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോരോ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവാറില്ലേ. അപ്പൊ അതിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു എക്സസൈസ് ആയിരുന്നു കുട്ടി പറഞ്ഞത്. അതുപോലെ നിങ്ങൾക്ക് ക്ലാസ്സിൽ ആർക്കെങ്കിലും ഒരു ദിവസം ഒരു 10 minutes മതിയാകും. ഇതൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. തിയറി മാത്രല്ല മോണ്ടിസോറി എന്ന് പറയുന്നത്. നമ്മൾ ശരിക്കും നമ്മളുടെ ഈ 3 ഏരിയ ഹെൽത്ത് റിലേറ്റഡ് പറഞ്ഞില്ലേ, 3 ഏരിയയിലും കൂടെ നമ്മൾ പോകേണ്ടതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ഫിസിക്കൽ ഫിറ്റ്നസ്. അതാരാ വായിക്കും? യെസ്, ഫിസിക്കൽ ഫിറ്റ്നസ്. ആരുടെയും അല്ല, ഇത് കംപ്ലീറ്റ് കാണുന്നില്ല. ഓ സോറി മറന്നുപോയി. സ്ക്രോൾ ചെയ്യാട്ടോ. മേഡം, എനിക്ക് മേഡത്തിനെ കാണാൻ പറ്റുന്നില്ല. എന്നെ കാണാൻ പറ്റുന്നില്ലേ? എല്ലാവർക്കും ആർക്കും കാണാൻ പറ്റുന്നത്? അല്ല, എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഞാൻ ക്ലാസ് തുടങ്ങിയവരെ നോക്കുന്നു, എനിക്ക് എങ്ങനെയും ഫോണിൽ കാണാൻ പറ്റുന്നില്ല. ആയിട്ടുണ്ട്. എന്തോ വായിക്കാൻ പറ്റുന്നുണ്ട്. അല്ല, എന്നെ കാണാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു, അതാ ചോദിച്ചത്. അത് ശരണ്യ കണ്ണൂരിന്ന്. ഹലോ മേഡം. പറയൂ. ഞാനാണ് ശരണ്യാണ് കണ്ണൂരിന്ന്. എന്നെ കാണുന്നില്ലെന്നാണോ പറഞ്ഞേ? മേഡത്തിനെ കാണാൻ പറ്റുന്നില്ല. എനിക്ക് ക്ലാസ് തുടങ്ങിയാലേ കാണാൻ പറ്റും. ഒരിക്കൽ കണ്ടിന്യൂ, പിന്നെ എനിക്ക് കാണാൻ പറ്റും. എന്റെ ഫോണിൽ നിന്ന് എന്തോ ഇതായതോ എന്താന്ന് അറിയില്ല. നെറ്റ്വർക്ക് ലോ ആണെങ്കിലും നമുക്ക് വീഡിയോ ഓൺ ആവില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതെയോ മേഡം? ബാക്കിയുള്ളവർക്ക് കാണുന്നുണ്ട്, ശരണ്യക്ക് മാത്രമല്ലേ കാണാത്തുള്ളൂ. അപ്പൊ നമ്മൾക്കിപ്പോ ഫസ്റ്റ് ഒരു വീക്കിലൊക്കെ ഈ ഒരു പ്രശ്നങ്ങൾ വരും. പിന്നെ നമുക്ക് വീട്ടിലിരുന്നാണോ ക്ലാസ് കാണുന്നത്? വീട്ടിലിരുന്നാ കാണുന്നത്. വീട്ടില് നമുക്ക് നല്ല റേഞ്ച് ഉള്ള ഏരിയ ഒക്കെ നമുക്ക് പിന്നീട് മനസ്സിലാവും. അപ്പൊ അവിടെ ഇരിക്കുമ്പോഴേക്കും കിട്ടും. ഒന്നല്ലെങ്കിൽ ഒന്ന് ലീവ് ചെയ്തിട്ട് ഒന്ന് ജോയിൻ ആവാമോ, റീജോയിൻ ആവാമോ? ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. ഓക്കെ മേഡം. അപ്പൊ ഒരു ഇത് ചോദിച്ചോട്ടെ. ഞാൻ അതുപോലെ തന്നെ സ്റ്റെക്കായ സമയത്തേന് പിന്നെ ഈ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ നമ്മളിപ്പോ ഇപ്പൊ അയച്ച PDF എഴുതിയെടുക്കണം നോട്ടിന്. നിങ്ങൾക്ക് ഇതിന്റെ കോപ്പി ഉണ്ടോ കയ്യില്? പിന്നെ ഇത് പ്രിന്റ് ഔട്ട് എടുക്കുക, അല്ല എഴുതിയെടുക്കുന്നോ? അല്ല എന്തായാലും കുഴപ്പം. അങ്ങനെ എഴുതിയെടുക്കണോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ടൈം കൺസ്യൂമിങ്, സമയം എടുക്കും. അതോ ഇനി ചിലർക്ക് താല്പര്യം, ഇങ്ങനെ പറഞ്ഞിരുന്നു ചില കുട്ടികൾ, എനിക്ക് എഴുതാൻ ഇഷ്ടമാണ്, ഞാൻ എഴുതിയെടുത്തോളാം. then it's okay, എഴുതാം. വരുന്നുണ്ട് ഇനി ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ കുറേ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയും, പോയിന്റ്സ്. അതെല്ലാം നോട്ട് ചെയ്യുക. നമ്മൾ തമ്മിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ കുറേ പോയിന്റ്സ് വരും. അതെല്ലാം റിലേറ്റ് ചെയ്ത് ഇതുമായിട്ട് വരുന്ന നോട്ട് ചെയ്ത് വെച്ചിട്ട് നല്ലൊരു നോട്ട് ഉണ്ടാക്കുക. ലെക്ചർ നോട്ട്സ് പോലെ. ഓക്കെ, ശരണ്യ ജോയിൻ ആയോ?
മിസ് പിന്നെ ടെക്സ്റ്റ് വാങ്ങണമെന്ന് നിർബന്ധമുണ്ടോ അതോ ഇതിങ്ങനെ എഴുതിയെടുത്താൽ മതിയോ PDF? ടെക്സ്റ്റ് വാങ്ങണമെന്ന് നിർബന്ധം ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. അത് നിങ്ങൾ അഡ്മിനിസ്ട്രേഷൻ കോൺടാക്ട് ചെയ്യില്ലേ? ക്ലാസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങൾക്കായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോൺടാക്ട് ചെയ്ത നമ്പർ ഇല്ലേ? അതിലൊന്ന് ചോദിക്കാമോ? ടെസ്റ്റ് 10 ദിവസമൊക്കെ കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ മാം. അതെ. ഓക്കെ. നമ്മുടെ ശരണ്യ ജോയിൻ ആയോ? കാണുന്നില്ലല്ലോ. ഹലോ മേഡം, ഇപ്പൊ കാണുന്നുണ്ട്, ജോയിൻ ആയി. ഓക്കെ, ശരി. ഓക്കെ. മൈക്ക് ഓഫ് ചെയ്തിട്ടാ സംസാരിച്ചു ഞാൻ. സോറി മേഡം. ഓക്കെ. ഓക്കെ. ഫിസിക്കൽ ഫിറ്റ്നസ് ആരെ വായിക്കാൻ റെഡി ആയിട്ട് വന്നല്ലോ? ആരായിരുന്നു അത്? യെസ് പ്ലീസ്. ആരോ ഫിസിക്കൽ ഫിറ്റ്നസ് വായിക്കാൻ റെഡി ആയിരുന്നു. ഫിസിക്കൽ ഫിറ്റ്നസും വെൽനെസ്സും കൂടെ വായിച്ചോട്ടോ. Physical fitness. Physical wellness is the ability to bring out daily tasks with vigor alternate, without undue weakness. It also means having ample energy to engage in leisure time activities and handle the stress encountered in emergency situations. Wellness. Wellness is a condition that characterizes a state of positive health in the individual's complete biological and physiological well-being as decorated by quality of life and a sense of well-being. ഓക്കെ. സോ ഫിസിക്കൽ ഫിറ്റ്നസ്, അവിടെ ഫിസിക്കൽ ഫിറ്റ്നസ് എന്നായിരിക്കും കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ട് വരുന്നത്. ഫിസിക്കൽ ഫിറ്റ്നസ് ഈസ് ദ എബിലിറ്റി. നമുക്കറിയാം, നമ്മളൊരു മോർണിംഗ് ഒരു വാമപ്പ് എക്സസൈസ് ഒരു 10 മിനിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ഫ്രഷ് ആവും, ഭയങ്കരമായിട്ട് റിഫ്രഷ് ആവും അല്ലേ? നല്ല ആക്റ്റീവ് ആവും. ആ ഉറക്കത്തിന്റെ ഇതെല്ലാം ഒന്ന് മാറിയിട്ട് നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അത് നമ്മൾ ട്രൈ ചെയ്തിട്ട് നമുക്ക് മനസ്സിലാകും. അപ്പൊ നല്ല എനർജറ്റിക് ആയിട്ട്, വിഗർ ആയിട്ട്, നല്ല എനർജറ്റിക് ആയിട്ട്, അലേർട്ട്, പ്രോംപ്റ്റ് റെസ്പോണ്ട്, പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നു. ചിലര് കാണാറില്ലേ, അങ്ങനെ ഒടിഞ്ഞു തൂങ്ങി എന്തെങ്കിലും ചോദിക്കുമ്പോഴേക്കും കുറേ സമയം കഴിഞ്ഞ് മറുപടി പറയാം. അതൊക്കെ അവരുടെ ആ ഒരു എനർജിയുടെ ഹെൽത്തിന്റെ ഒക്കെ ഒരു ഇഷ്യൂസ് ആണ്. നല്ല അലേർട്ടായിട്ട്, നല്ല എന്താ പറയാ, വീക്ക്നെസ് ഒന്നും ഇല്ലാതെ, ആ ഒരു ഭയങ്കരമായ വീക്ക്നെസ് ഒന്നും, ക്ഷീണമൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. നമുക്കറിയാം, അസുഖങ്ങൾ വന്നാൽ നമ്മൾ ടയർഡായി പോവും. നമ്മൾ പിന്നെ അതിൽ നിന്ന് റിക്കവറായി നമ്മൾ പതുക്കെ ഇപ്പൊ ഉഷാറായിട്ടുണ്ടെന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് ചെയ്യുന്നതോടുകൂടി നമ്മൾ ആ ഉഷാറാവുന്ന ഒരു ലെവലിലേക്ക് വരും. നമുക്ക് എനർജി കിട്ടുവാണ്. അതായത് ടു എൻഗേജ് ഇൻ ലെഷർ ടൈം ആക്ടിവിറ്റീസ്. ലെഷർ ടൈം ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ റിക്രിയേഷൻ, നമ്മുടെ എന്റർടൈൻമെന്റ് അല്ലേ? ഒരു മൂവ്ക്യൂ പോണോ, റെഡിയാണ് ഒരു മൂവ്ക്യൂ, അപ്പോഴേ റെഡി ആയിട്ട് നമ്മൾ വരുന്നു. അതേസമയം എനിക്ക് വയ്യ, ദാറ്റ് മീൻസ് നമുക്ക് ആ എനർജി ഭയങ്കരല്ല. രാവിലെ എണീക്കുമ്പോ തന്നെ നമുക്ക് ഇന്നൊരു ട്രിപ്പ് പോയാലോ, ഒരു പിക്നിക്, 1 ഡേ ട്രിപ്പ്. ചിലരൊക്കെ റെഡി ആയിട്ട് പെട്ടെന്ന് തന്നെ വിത്തിൻ ടൈം റെഡി ആയി വരുന്നതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ റെഡി ആയിട്ട് വരും, നമ്മൾ ആണ് ഒന്ന് മടിക്കും. അങ്ങനെയൊക്കെ സ്ട്രെസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റണം. ഏതൊരു എമർജൻസി സിറ്റുവേഷനിലും സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റണം. നമ്മൾ പറഞ്ഞല്ലോ, വീട്ടില് സ്കൂളില് ഒക്കെ നമ്മൾ ആയിരിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളാണ്, ഇവര് എപ്പോഴെങ്കിലും ഒന്ന് എന്തെങ്കിലും ഒരു വീണ് അവര് കൈമുറിയോ കാൽമുറിയോ കാണുമ്പോൾ നമ്മൾ ബോധം കെട്ട് വീണ് കഴിഞ്ഞാൽ, സോ അങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോഴും നമ്മൾ പിടിച്ചു നിന്ന് വി ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദം, ആ ഒരു തോട്ടം നമുക്ക് വരണം അല്ലെ? സോ അതെല്ലാം ഇതിന്റെ ഭാഗം തന്നെയാണ്. നെക്സ്റ്റ് നമ്മൾ വെൽനെസ്സിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ വെൽനെസ് ഒരു വിഗറിന്റെ മീനിങ്, വിഗർ എന്ന് പറഞ്ഞ എനർജി. അൺഡ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UNDU, അൺഡ്യൂ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ എക്സസീവ് വീക്ക്നെസ്. അതിൽ വിത്തൗട്ട് അൺഡ്യൂ വീക്ക്നെസ് എന്നാണ്. വിത്തൗട്ട് തന്നെ അങ്ങനെയുള്ള ക്ഷീണമൊന്നും ഇല്ലാതെ എന്നുള്ള ഒരു രീതിയിൽ വരും. അലേർട്ട് ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, നമ്മളിങ്ങനെ റെഡി ആയിട്ട് പ്രോംപ്റ്റ് ആയിട്ട്, ഇപ്പം എന്താ പറയാ, ഓട്ട മത്സരത്തിന് കുട്ടികൾ നിൽക്കില്ലേ, ആ വിസിലങ്ങ് അടിക്കുമ്പോഴേക്കും അങ്ങ് പാഞ്ഞു പോകുന്നത്, ദാറ്റ് ഇസ് ദെയർ അലേർട്ട്നെസ്. ഒരു കാര്യം പറയുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കുന്നു, പെട്ടെന്ന് തന്നെ അതിനെ റെസ്പോണ്ട് ചെയ്യുന്നു, ദാറ്റ് ഇസ് അലേർട്ട്നെസ്. ഓക്കെ. നെക്സ്റ്റ് വെൽനെസ്. വെൽനെസ് ശരിക്കും പറഞ്ഞാൽ വാസ്റ്റ് ആയിട്ട് കിടക്കുന്നതാണ്. നമ്മളുടെ ഇതിലൊരു കൊച്ചു പാരഗ്രാഫ് ആണെങ്കിലും വി ഹാവ് ടു ലേൺ മോർ തിങ്സ് അബൌട്ട് ദാറ്റ്. വെൽനെസ് എന്ന് പറഞ്ഞ ഒരു ആക്റ്റീവ് പ്രോസസ് ആണ്. ഈ ഒരു നമ്മള് ട്രയാങ്കിളിലെ 3 കോർണറിൽ ഇവരെ 3 പേരെയും കൊണ്ടിരുത്തുമ്പോൾ 3നും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒന്ന് ലോ ആയാൽ മറ്റേത് 2 ലോ ആകും.
ഒന്ന് നല്ല ലെവലിൽ നിൽക്കുകയാണെങ്കിൽ മറ്റേതിന് രണ്ടിന് ആ ലെവലിലേക്ക് വരാനുള്ള എനർജി കിട്ടുന്ന പോലെയാ. ആ രീതിയിൽ എല്ലാം കണക്റ്റഡാ. അതുകൊണ്ടാണ് ട്രയാങ്കിൾ വരച്ച് നമ്മൾ മൂന്നിനെയും കൂടെ ജോയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ വെൽനസ് ഒരു ആക്റ്റീവ് പ്രോസസ് ആണ്. ഓക്കെ, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ലൈഫിലേക്ക് നമ്മളെ ഡയറക്റ്റ് ചെയ്യുന്നതാണ് വെൽനസ് എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ ബി പോസിറ്റീവ് ആയിട്ടിരിക്കണം. നെഗറ്റീവ് സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ വന്നാലും നമ്മൾ എന്താ അതിനെ മാനേജ് ചെയ്ത് ഓവർകം ചെയ്ത് നമ്മൾ ആ ഒരു പോസിറ്റീവ് ഇതിലേക്ക് പോകുന്നു അല്ലെ. പല കമ്പോണൻസ് ആണ് ശരിക്കും പറഞ്ഞ വെൽനസിനെ ബാധിക്കുന്ന പല കമ്പോണന്റ്. നമ്മൾ ഒരെണ്ണം പറഞ്ഞു ക്ലൈമറ്റ്, നമ്മൾ തന്നെ പറഞ്ഞത് ആ ക്ലൈമറ്റ് നമ്മളുടെ സുഖസന്തോഷത്തിനെ ബാധിക്കും അല്ലെ. ഞാൻ ഒരു ഫംഗ്ഷന് പോകാൻ പോവാ, ഒരു മാരേജ് ഫംഗ്ഷന് പോകാൻ പോവാന്ന് വിചാരിക്കും. ഞാൻ നല്ലപോലെ ഒരു സിൽക്ക് സാരിയൊക്കെ കൊടുത്ത് ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും ഭയങ്കര മഴ. അപ്പോഴേ ഡെസ്പാവൂലെ, അയ്യോ ഞാൻ എന്ത് ചെയ്യും, ആ ഒരു തോട്ട്. സോ ഡെഫിനറ്റ്ലി ക്ലൈമറ്റ് നമ്മുടെ വെൽനസിനെ ബാധിക്കും. നമുക്ക് മഴ കാരണം ലേറ്റ് ആയി കറക്റ്റ് സമയത്ത് എത്താൻ പറ്റിയില്ല, ദാറ്റ് വിൽ അഫക്റ്റ് അവർ വെൽനസ്. മഴയത്ത് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവാ, കുട പിടിച്ച് നടന്നു പോയപ്പോഴേക്കും ഓപ്പോസിറ്റ് വന്ന വണ്ടി ചെളി തെറിപ്പിച്ചു, ഇന്റർവ്യൂ കൊളമായി. സോ ഡെഫിനറ്റ്ലി ക്ലൈമറ്റ് വിൽ ചേഞ്ച് അവർ മൂഡ് അല്ലെ. അതുപോലെ തന്നെ ഇന്റർവ്യൂ പോവാണ്, മഴയല്ല. യെസ് മാം, ഈ നമ്മളെ വെൽനസ് എന്ന് പറയുമ്പോൾ ഈ സറൗണ്ടിങ് മഴ, കാറ്റ്, അത് കൂടാതെ നമ്മൾ ജീവിക്കുന്ന ഒരു സൊസൈറ്റിന്റെ ബീയിങ് കൂടെ അത് വരില്ലേ? ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു കാശ്മീരിലൊക്കെ നമ്മൾ ഒരു വെടിവയ്പ്പിന്റെ ഇടയ്ക്കൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് അതിനനുസരിച്ചല്ലേ ബിഹേവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു സിറ്റുവേഷൻ നമുക്ക് ഈ ക്ലൈമറ്റിന്റെ കൂടെ മാച്ച് ചെയ്യാൻ പറ്റുമോ? അത് സെപ്പറേറ്റ്? വെൽനസിന് മൾട്ടിപ്പിൾ കമ്പണൻസ് ആണുള്ളത്. അതിൽ ഒന്നാണ് ക്ലൈമറ്റ്. പിന്നെ എൻവിയോൺമെന്റ് വരും, സോഷ്യൽ വരും, എക്കണോമിക് വരും, സാമ്പത്തിക സ്ഥിതി അല്ലെ. ഞാൻ ഭയങ്കര പൂറാണ്, എനിക്ക് ആവശ്യത്തിന് പണമില്ല ജീവിക്കാൻ, ദാറ്റ് വിൽ അഫക്ട് മൈ വെൽനസ്. നല്ല ഭക്ഷണം വാങ്ങിക്കാനോ നല്ല വസ്ത്രങ്ങൾ വാങ്ങിക്കാനുള്ള ആ ഒരു ഇത് എനിക്കില്ല. ഫിനാൻഷ്യലി ഞാൻ വളരെ ലോ ആണ്. സോ ദാറ്റ് വിൽ അഫക്ട് മൈ വെൽനസ്. എൻവിയോൺമെന്റ്, നല്ല വീടൊക്കെ വെച്ചു, പക്ഷെ ചുറ്റുമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര പ്രശ്നങ്ങളുള്ള ഒരു ഏരിയ, ദാറ്റ് വിൽ അഫക്ട് മൈ വെൽനസ് എൻവിയോൺമെന്റ്. അങ്ങനെ കുറെ കമ്പണൻസ് ഉണ്ട്, മൾട്ടിപ്പിൾ കമ്പണൻസ് ഉണ്ട് വെൽനസിന്. അത് ഓരോന്നും ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ്ലി പറഞ്ഞ് അതിനെ പറ്റി റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ആളുകളുടെ വെൽനസിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതിലെ ഫസ്റ്റ് കമ്പണന്റ് ആണ് നമ്മൾ പറയാൻ പോകുന്നത് ഫിസിക്കൽ വെൽനസ്. നോട്ട് ചെയ്യണേ, ഫിസിക്കൽ വെൽനസ്. ഫിസിക്കൽ വെൽനസ് എന്താണ്? കണക്റ്റഡ് വിത്ത് അവർ ഫിസിക്കൽ ആക്ടിവിറ്റി. നമ്മുടെ ന്യൂട്രീഷൻ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, സ്ലീപ്പ്, ഇതെല്ലാം ഫിസിക്കൽ വെൽനസ്. ആരുടെയോ ഓഡിയോ ആണേ, ഒന്ന് ശ്രദ്ധിക്കണേ. ആരാ പേരെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോ നിങ്ങളുടെ പേരിന്റെ ലിസ്റ്റ് അങ്ങ് പോവുക. ഒന്ന് പറയാമോ? ആരുടെയോ മ്യൂട്ടല്ല. ഓക്കെ, നമ്മള് വെൽനസിന് മൾട്ടിപ്പിൾ കമ്പണൻസ് ഉണ്ട്. അതുപോലെ ഇപ്പം പറഞ്ഞില്ലേ, കാശ്മീർ പോലുള്ള സ്ഥലമാണെങ്കിൽ അപ്പൊ അവിടുത്തെ എൻവിയോൺമെന്റ് നമ്മളുടെ വെൽനസിനെ ബാധിക്കും. പിന്നെ നമ്മളുടെ ഫിനാൻഷ്യൽ ഇത് ബാധിക്കും. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് ഫിസിക്കൽ വെൽനസ്. പാവകളൊക്കെ ഉണ്ടല്ലോ അമ്മമാരുടെ കൂടെ. ഫിസിക്കൽ വെൽനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഫിസിക്കൽ ആക്ടിവിറ്റി, നമ്മൾ എടുക്കുന്ന ഭക്ഷണം, നമ്മളുടെ സ്ലീപ്പ്, ഉറക്കം. ഈവൻ ഡോക്ടേഴ്സ് പറയും ഈ ഹെയർ ലോസുമായിട്ട് ചെല്ലുമ്പോൾ നല്ല ഉറക്കം, മുടിക്കും കിട്ടണം ഉറക്കം, അതാണ് അവർ പറയുന്നത്. സോ സ്ലീപ്പ് നമ്മളുടെ ഫിസിക്കൽ വെൽനസിനെ ബാധിക്കും. നല്ല പോലെ ഉറങ്ങാതെ പിറ്റേ ദിവസം നമ്മൾ വേറെ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ അതിന്റെ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. ഒരു ഫുൾ ഡേ നമ്മളുടെ എനർജി ഡൗൺ ആയിരിക്കും അല്ലെ. അപ്പൊ ആ ഫിസിക്കൽ വെൽനസിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഫിസിക്കൽ ആക്ടിവിറ്റി ഒരു ഫാക്ടറാണ്. ന്യൂട്രീഷൻ, നമ്മൾ എടുക്കുന്ന ഭക്ഷണം, നമ്മൾ റെസ്റ്റ്, സ്ലീപ്പ്. ദെൻ ഇമോഷണൽ വെൽനസ്, സെക്കൻഡ് കമ്പണന്റ് ഇമോഷണൽ വെൽനസ്. ശരിക്കും നമുക്ക് ലൈഫിൽ കുറേ പ്രഷർ വരും, പല ചേഞ്ചസ് വരും. ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ ചേഞ്ചസ് ഉണ്ടാവും, ട്രാൻസ്ഫർ വരാം അല്ലെ. അതുപോലെ ട്രാൻസ്ഫർ വരുന്ന ജോലിയാണെങ്കിൽ ചിലപ്പോൾ ടഫ് സർക്കംസ്റ്റാൻസസിനെ നമ്മൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. വീട്ടിൽ വരാം, ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ വരാം, അല്ലാതെ നമ്മൾ ഇടപെടുന്ന പലയിടത്തും ഫ്രണ്ട്സുമായിട്ട് എന്തെങ്കിലും ഒരു വാക്കുതർക്കം, ഒരു ഇഷ്യൂ ഉണ്ടാവുന്നു. ദാറ്റ് വിൽ അഫക്ട് അസ്. നമ്മളെ രണ്ടുപേരെയും അഫക്ട് ചെയ്യും അല്ലെ. വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് എന്തൊക്കെയൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്യൂ ആയി,
ദാറ്റ് ഇസ് ഇമോഷണൽ വെൽനെസ്. അപ്പൊ നമ്മൾക്ക് അതെല്ലാം മാനേജ് ചെയ്യാൻ പറ്റണം. ആ ഒരു വരുന്ന പ്രഷർ, ആ ഒരു സ്ട്രെസ്, അങ്ങനെ പിന്നെ ജോലിയിൽ വരുന്ന ഒരു പ്രഷർ, വീട്ടിലുണ്ടാകുന്ന ഒരു പ്രഷർ, അഡോളസൻസിലേക്ക് കടക്കുന്ന മക്കൾ ഉണ്ടാവുമ്പോൾ ഭയങ്കര ഒരു പ്രഷർ പാരന്റ്സിന്, പ്രത്യേകിച്ച് അമ്മമാർക്ക് വരും. മോള് വലുതായി വരുമ്പോൾ അല്ലെങ്കിൽ മോൻ വലുതായി വരുമ്പോൾ എത്രയും അവരൊന്ന് ലേറ്റ് ആകുമ്പോൾ സോ നമുക്ക് ടെൻഷനാ. അല്ലെങ്കിൽ അവരുടെ 10th എക്സാം ആകുമ്പോഴേക്കും ഭയങ്കര ഒരു സ്ട്രെസ്. +2 ആകുമ്പോൾ വാട്ട് നെക്സ്റ്റ്, അമ്മമാര് അല്ലെങ്കിൽ പാരന്റ്സ് പൊതുവെ അവർക്കൊരു സ്ട്രെസ് വരും. ഓക്കെ, സോ അങ്ങനെ കുറെ ഒരു ഏരിയയിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ ഇമോഷണൽ വെൽനെസ്, അതുപോലെ ടഫ് സർക്കംസ്റ്റാൻസസ്, ഇതെല്ലാം നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഈ വരുന്ന പ്രഷർ, എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാനായിട്ട് പറ്റും. സോ ദാറ്റ് ഇസ് ഇമോഷണൽ വെൽനെസ്. നമ്മൾക്ക് നമ്മളെ കുറിച്ചുള്ളൊരു ബോധം, പിന്നെ നമ്മുടെ മൂഡ് ചേഞ്ചസ്, അതിനെ നമുക്ക് സ്റ്റേബിൾ ആക്കാനായിട്ട് പറ്റണം. നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നത്, ദാറ്റ് ഇസ് എല്ലാം ഇതുമായിട്ട് റിലേറ്റഡ് ആണ്. പിന്നെ ടുവേർഡ്സ് അതേഴ്സ്, ഇപ്പൊ നിങ്ങൾ ഇത്ര പേരുണ്ട്, നിങ്ങൾക്ക് എന്നോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, എനിക്ക് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ്, അത് ദാറ്റ് ഷുഡ് ബി പോസിറ്റീവ് ഓൾവേസ്. അത് പോസിറ്റീവ് ആയിരിക്കണം. ചില ആളുകളില്ലേ ഒരാളെ എപ്പോഴും അങ്ങനെ ഡിഗ്രേഡ് ആക്കാനായിട്ട് നോക്കും, എപ്പോഴും അവരെ പറ്റി ഇങ്ങനെ അയാളാണോ, അയാൾ അങ്ങനെയാ, ദാറ്റ് മീൻസ് ആ ഇമോഷണൽ വെൽനെസ് കറക്റ്റ് അല്ല. അതാണ് അതിന്റെ ഒരു രീതി. ഓക്കെ, അപ്പൊ അങ്ങനെ ടുവേഴ്സ് അതേഴ്സ്. പിന്നെ അതായത് സ്ട്രെസ് ആയിട്ട് നമുക്ക് കോപ്പപ്പ് ചെയ്യാനായിട്ട് പറ്റണം. പറഞ്ഞില്ലേ, നമ്മുടെ വീട്ടിലൊരു ലോസ് സംഭവിച്ചാൽ നമ്മൾ എങ്ങനെ അതിനെ മാനേജ് ചെയ്യും. ലൈക്ക് സംടൈംസ് ചിലപ്പോ നമുക്ക് ആ ലോസ് സംഭവിച്ചു ബാക്കിയുള്ളവരൊക്കെ ഭയങ്കരമായിട്ട് ഡൗൺ ആയി, നമ്മൾക്കും ഭയങ്കര വിഷമമായിട്ടിരിക്കുകയാണ്. ബട്ട് നമ്മൾ കുറെ പേരെ ടേക്ക് കെയർ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനത്തെ സിറ്റുവേഷന് വരാം. ഒരു പക്ഷെ നമ്മളെ വന്ന് ആശ്വസിപ്പിക്കാൻ ഒരാളില്ലെങ്കിൽ പോലും നമുക്ക് പോയിട്ട് ടേക്ക് കെയർ ചെയ്യേണ്ടതായിട്ട് വരും. ഒരു സാറിന്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞതാണ്. 3 years എന്തോ ആയപ്പം ഇവർക്ക് ഇവരുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു, എന്തോ അസുഖം വന്നിട്ട്. സാറും സാറിന്റെ വൈഫും അതിന്റെ ആ സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കും. അപ്പൊ വൈഫ് ഇങ്ങനെ കരയുവാണ് അത്രേ. അപ്പോ ഈ ആളുകൾ വരുമ്പോ നമുക്കറിയാലോ, പല പല രീതികളിലുള്ള ആൾക്കാരായിരിക്കും. ചിലര് അവര് സമാനമായ അനുഭവങ്ങൾ ഉണ്ടായി ഞങ്ങൾ അതിനെ തരണം ചെയ്തു. ഒരിക്കലും നമ്മൾ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തില്ലേ, എല്ലാവരും ഒരുപോലെയല്ലല്ലോ, ഞാൻ ആ സമയത്ത് ഇങ്ങനെ ചെയ്തു, നിനക്ക് എന്തുകൊണ്ടായിക്കൂടാ, ആ ഒരു രീതിയിൽ നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്ത് പറയരുത്. ഓരോരുത്തർക്കും അവരുടെ വിഷമം അത് ഭയങ്കര ഇത് തന്നെയാണ്. അത് അവര് തന്നെ ആ ഒരു മാനേജ് ചെയ്യണം. അതിന്റെ മീനിങ് എനിക്ക് പറ്റാമെങ്കിൽ നിനക്ക് പറ്റിക്കൂടെ, എല്ലാവർക്കും പറ്റണമെന്നില്ലല്ലോ. അങ്ങനെ പറഞ്ഞു പോകുന്നവരും ഉണ്ട്. ഇങ്ങനെ അത് കഴിഞ്ഞപ്പം ഇതെല്ലാം കഴിഞ്ഞ ആൾക്കാരൊക്കെ പിരിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് സമാധാനമായി. സാറും വൈഫും മാത്രം ആയിരുന്ന ഒരു സമയത്ത് വൈഫ് സാറിനോട് പറഞ്ഞു, ഭയങ്കര വിഷമമായിട്ട്, 3 വയസ്സുള്ള കുഞ്ഞെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ചു. വയസ്സെന്നല്ല, നമ്മളുടെ അത്രയും ക്ലോസ് ആണല്ലോ. ഇങ്ങനെ പറയുന്ന സമയത്ത് ഒരാള് വന്ന്, അവരുടെ ഫാമിലി ഫ്രണ്ടോ അങ്ങനെ ആരോ, കുറെ ആളുകൾ വന്നു പോകുന്നുണ്ട്, ഇവർക്ക് ആരെയും കാണാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ സങ്കടം വന്നിട്ട് ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ പിടിച്ചു, കയ്യിലും ചേർത്ത് ഇങ്ങനെ പിടിച്ചപ്പോഴേക്കും ഇവർക്ക് നല്ല പോലെ തുറന്ന് കരയാനായിട്ട് പറ്റി. അവർ പറയാം ഭയങ്കര ആശ്വാസം തോന്നിയ ഒരു നിമിഷമായിരുന്നു അവർക്ക്. ആ സമയത്ത് അവരുടെ ഇമോഷൻസ് ബേഴ്സ്റ്റ് ഔട്ട് ആയി. അവർക്കത് അങ്ങ് കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് ഇവിടെ ഉണ്ടായ ഹെവിനെസ് അങ്ങ് കുറയും. സോ ഷീ കുഡ് മാനേജ് ദാറ്റ് ഗ്രീഫ്. അത് മാനേജ് ചെയ്യാൻ പറ്റി. ആ ഒരു സമയത്ത് കിട്ടിയ ആ ഒരു ടച്ച് തെറാപ്പിയാണോ എന്തോ, അത് അവരെ ഭയങ്കരമായിട്ട് റിലീഫിലേക്ക് കൊണ്ടുപോയി. സർട്ടൻ സിറ്റുവേഷനിലൂടെ നമ്മളും കടന്നു പോകും. നമ്മൾക്കും അങ്ങനെ പലരെയും ടേക്ക് കെയർ ചെയ്യേണ്ടതായിട്ട് വരും. ഡോണ്ട് ജഡ്ജ് എനിവൺ. ആരെയും ജഡ്ജ് ചെയ്യരുത്. എനിക്ക് പറ്റിയല്ലോ, ഞാൻ ഇതിലും പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി. അങ്ങനെ ഒരിക്കലും നമ്മൾ ഡൗൺ ആയിരിക്കുന്ന ഒരാളുടെ അടുത്ത് പോയി പറയരുത്. അത് കുഞ്ഞുങ്ങളാണെങ്കിലും പ്രായമായവരാണെങ്കിലും. ഓക്കെ, സോ നമ്മൾ 2 കമ്പോണൻസി പറഞ്ഞുള്ളൂ. ഇനി നമുക്ക് പറയാനുണ്ട് ഫിസിക്കൽ വെൽനസ്, അവിടെ ഫിസിക്കൽ ആക്ടിവിറ്റി, ന്യൂട്രീഷൻ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ എടുക്കുന്ന റെസ്റ്റ്, സ്ലീപ്പ്, അതെല്ലാം വരും. ദെൻ ഇമോഷണൽ വെൽനസ് ഉണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് വരുന്ന പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെ കോപ്പപ്പ് ചെയ്യുന്നു, അതെങ്ങനെ നമ്മളുടെ മൂഡ് എങ്ങനെ സ്റ്റെബിലൈസ് ചെയ്യുന്നു, അതെല്ലാമാണ്. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാം. വെൽനസ് ഒരു വാസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഈ കൊച്ചു പാരഗ്രാഫിൽ ഒതുക്കേണ്ടതല്ല. So details next class to പറയാം. Okay, then have a nice day. Thank you so much. So Thank you, ma'am. Okay, like class. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Bye. Thank you, ma'am. Thank you, ma'am.
Thank you, ma'am. Thank you, ma'am. Thank you, ma'am. ബൈ. അതിന്റെ ഭാഷയിൽ എന്തോ പറയുവാണോ? നമുക്കുണ്ട് ലാംഗ്വേജ് ഡെവലപ്മെന്റ്, കുട്ടികളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ Thank you, ma'am. ബൈ. മാഡം, ഞാൻ വിജിനയാണ്. ക്ലാസ് കഴിഞ്ഞ സമയത്ത് ചോദിക്കുന്നതിൽ സോറി. മാം ഇപ്പൊ പഠിപ്പിച്ചതെല്ലാം ഒരു പോയിന്റ് പോലെ നോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് വേറെ തന്നെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു നോട്ട് കിട്ടത്തില്ലേ? എനിക്ക് ചോദിച്ചാൽ ആ ഒരു കൺസേൺ അതെനിക്ക് മനസ്സിലായി. ഐ റെസ്പെക്ട് ദാറ്റ്. ആക്ച്വലി നമ്മളുടെ കോഴ്സ് മെത്തേഡ് നമ്മളെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മോണ്ടിസോറി മെത്തേഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഓട്ടോ എഡ്യൂക്കേഷൻ ആണ്. അതാണ് നമുക്ക് കുറച്ച് ക്ലാസ് കഴിയുമ്പോൾ അത് മനസ്സിലാകും. ആൻഡ് യു വിൽ ഡെഫിനറ്റ്ലി എൻജോയ്. നിങ്ങൾ അത് എൻജോയ് ചെയ്യും. നമ്മൾ ആ രീതിയിലാണ് ക്ലാസ് പോകുന്നത്. അത് അങ്ങനെ ഇങ്ങനെ എടുക്കേണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാല്. ഇപ്പൊ നമ്മളിങ്ങനെ നോട്ട്സ് തന്നു അപ്പൊ നമ്മളുടെ സൈഡിൽ നിന്ന് നമ്മൾ എഫേർട്ട് എടുക്കുന്നത് എന്ന് വെച്ചാൽ ആസ് എ സ്റ്റുഡന്റ് അല്ലെങ്കിൽ ആസ് എ ട്രെയിനീസ് എന്ന് വിളിക്കാനായിട്ട് എനിക്ക് ഇഷ്ടം. നിങ്ങൾ ട്രെയിനീസ് കുറച്ച് നിങ്ങൾ ട്രെയിനർ ആകും. ആ ട്രെയിനിയുടെ സൈഡിൽ നിന്നുള്ള എഫേർട്ട് കുറയും. അപ്പൊ എന്റെ എന്ന് പറഞ്ഞാൽ നിങ്ങളെ അതിന് കേപ്പബിൾ ആക്കുക എന്നുള്ളതാണ്. തന്നെ എന്തെന്റെ മുന്നിൽ കൊണ്ടുവന്ന് തന്നാലും ഐ വിൽ ഡു ബൈ മൈസെൽഫ്. ആ ഒരു ഞാൻ തന്നെ അത് ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെ ഓക്കെ ആണോ? ലിങ്ക്സ് ഞാൻ ഷെയർ ചെയ്യാം. ഈ ഡേറ്റാസ് കിട്ടുന്ന ലിങ്കുകൾ ഞാൻ ഷെയർ ചെയ്യാം. നല്ല ലിങ്ക് നോക്കിയിട്ട് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വായിക്കുമ്പോൾ കുറച്ചുകൂടെ ഐഡിയ കിട്ടും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊന്നും സ്റ്റാൻഡേർഡ് ഉള്ള വൊക്കാബുലറി ഒക്കെ ഭയങ്കര കൂടുതലാണ്. അതൊന്ന് സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞതിന് ശേഷം ലിങ്ക് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് വായിക്കുമ്പോൾ ക്ലാസ്സിലെ കാര്യങ്ങൾ ഓർമ്മ വരും. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ലപോലെ നോട്ട് എഴുതാനായിട്ട് വരും. സോ വൺസ് നോട്ട് എഴുതുമ്പോൾ നമ്മൾ കോൺഫിഡന്റ് ആവും. അതേസമയം ഒരു പ്രിന്റഡ് മെറ്റീരിയൽ ഞാൻ അങ്ങോട്ട് അയച്ചു തന്നു. നിങ്ങളത് പ്രിന്റ് ഔട്ട് എടുത്തു വെച്ചു. കുറച്ച് ദിവസം കഴിയുമ്പോഴായിരിക്കും വായിക്കുക. ചിലപ്പോൾ അന്ന് തന്നെ വായിക്കും. ബട്ട് അതിനേക്കാളും നമ്മൾ തന്നെ നോട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മളുടെ ഓർമ്മയിൽ നിൽക്കും. അതുകൊണ്ടാണ്. ഓക്കെ ആണോ? അല്ലെങ്കിൽ പിന്നെ ആസ് യൂഷ്വൽ ചുമ്മാ ഇങ്ങനെ പറഞ്ഞു പോകുന്നു. PDF വരുന്നു, നോട്ട് എഴുതി തരുന്നു. മോണ്ടിസോറി മെത്തേഡ് അങ്ങനെയാണ്. ഓട്ടോ എഡ്യൂക്കേഷൻ. ഓക്കെ. പക്ഷേ എക്സാം വരുന്ന സമയത്ത് നമുക്ക് നമ്മളുടേതായ ഭാഷയിൽ നമ്മൾ എഴുതുന്നതിൽ കൊണ്ട് നമുക്ക് എക്സാം നേരിടാൻ പറ്റുമോ എന്നുള്ളൊരു എക്സാമിനെ കുറിച്ച് വറി വേണ്ട. ഞാൻ അതിനെ പറ്റി പറയാം. അത് എക്സാം നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആയിട്ട് തന്നെ ഫേസ് ചെയ്യും. നോ പ്രോബ്ലം. ഓക്കെ, താങ്ക് യു മാഡം. ഹലോ മാഡം, എൻ്റെ പേര് രേഷ്മ എന്നാണ്. ഞാൻ കണ്ണൂർന്നാണ്. മാഡത്തിന്റെ ക്ലാസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത്ര ദിവസം അറ്റൻഡ് ചെയ്തതിൽ ഏറ്റവും എനിക്ക് സന്തോഷമായ ഒരു ക്ലാസ് ആണ് ഇത്. ശരിക്കും നമുക്ക് പറഞ്ഞു തരുന്ന പഠിപ്പിക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഇത്ര ദിവസത്തെ ക്ലാസ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മാഡത്തിന്റെ ക്ലാസ്സാണ്. താങ്ക് യു മാഡം.
മാം ഒരു കാര്യം കൂടെ നമുക്ക് ഇതിലുള്ള കുട്ടികളെ ഒന്നും നമുക്ക് പേഴ്സണലായിട്ട് പരിചയമില്ല. അപ്പം നമുക്ക് ഈ തോട്ട്സും പ്രയറൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ നമുക്കായിട്ടുള്ള ഒരു ഗ്രൂപ്പോ സംതിങ് അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം സെറ്റാക്കി തരികയാണെങ്കിൽ നമുക്കതിൽ നോട്ട്സ് വേണമെങ്കിൽ എഴുതിയ ആൾക്കാരെ നോട്ട്സ് വേണമെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാമല്ലോ. ഇപ്പൊ 10th കഴിഞ്ഞ ചേച്ചിമാർക്കൊന്നും ചിലപ്പോൾ നോട്ട്സ് അതുപോലെ പറയുന്ന പോലെ എഴുതി എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അതിനൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എന്തെങ്കിലും ഒരു സോഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു മെസ്സഞ്ചർ ഗ്രൂപ്പ് അങ്ങനെ എന്തെങ്കിലും സംതിങ് എന്തെങ്കിലും ഒരു കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വഴിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കണക്ഷൻ ഞങ്ങൾക്ക് ആരും ഒന്നും പരസ്പരം വലിയ അറിയില്ല, പരിചയമില്ലാത്തതുകൊണ്ട്. മനസ്സിലായി. നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ എങ്ങനെയാന്ന് വെച്ചാൽ സാറ് പറഞ്ഞത് നിങ്ങൾക്ക് പേഴ്സണലി ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം, നോ പ്രോബ്ലം. ഇത് കൂടാതെ നിങ്ങൾക്ക് ഒരു ക്ലാസ് റൂം ചാനലോ നിങ്ങൾക്ക് മെസ്സേജസ് വരുന്ന ഒരു എന്തോ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഇല്ലേ? ഉണ്ടോ? ക്ലാസിന്റെ ഡീറ്റെയിൽസ് അനൗൺസ് ചെയ്യുന്ന ഒരു എന്തോ ഒരു ചാനൽ ഇല്ലേ നിങ്ങൾക്ക്? അതിന് നമ്പർ കിട്ടില്ല, ഫോൺ നമ്പേഴ്സ് അതിൽ നിന്ന് അവൈലബിൾ അല്ലേ? എനിക്ക് അതിനെപ്പറ്റി അറിയില്ല, അതുകൊണ്ടാണേ. ഗൂഗിൾ മീറ്റ് ആണോ മാം? എങ്ങനെയാ നിങ്ങൾക്ക് ക്ലാസിന്റെ ഡീറ്റെയിൽസ് മീൻസ് ആ ഒരു റെക്കോർഡ് ക്ലാസ് ഒക്കെ കിട്ടുന്ന എവിടെയാ? ഞങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് ഇതിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ വാട്സാപ്പിൽ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇനിയിപ്പോ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടോന്ന് എനിക്കറിയില്ല. അത് ഗ്രൂപ്പ് എപ്പോഴും ചോദിക്കുന്നത് അതിന് പാർട്ടിസിപ്പൻസിന്റെ നമ്പർ കാണാൻ പറ്റില്ലേ? അതിലുണ്ട്. ആ നമ്പർ കളക്ട് ചെയ്ത് നിങ്ങളായിട്ട് തന്നെ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യും, നിങ്ങൾക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. ഈ പറഞ്ഞ ആക്ടിവിറ്റീസ്, നമ്മളുടെ ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യാനും ക്ലാസ്സിന്റെ എന്തെങ്കിലും കാര്യങ്ങളുടെ ക്ലാരിഫിക്കേഷനും ഒക്കെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ അത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തൂടെ? അതൊന്നും പ്രോബ്ലം ഇല്ല. മാഡം കേൾക്കുന്നുണ്ടോ? ഞാനത് ചോദിക്കാൻ വേണ്ടിട്ട് ഇപ്പം നമ്മള് വിളിച്ചവരെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിത് ഡൗട്ടെല്ലാം ഉണ്ട്. അപ്പൊ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ട് നമ്മളെ കൂടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആരെങ്കിലും നമ്പർ കിട്ടുമോന്ന് ഞാനിപ്പോ ചോദിച്ചതേ ഉള്ളൂ. അതെയോ? നമ്മളെ വാട്സാപ്പിലുള്ള ഗ്രൂപ്പിൽ ജസ്റ്റ് ഒന്ന് ചാറ്റ് ചെയ്താലോ, ഒരു ഹായ് വെച്ചിട്ട്? എല്ലാവർക്കും ഗ്രൂപ്പ് ഉണ്ടാവില്ലേ? എങ്ങനാ വാട്സപ്പിൽ അതിൽ കിട്ടുമോ? ഒന്ന് ജസ്റ്റ് ഒന്ന് ഹായ് അയച്ചു നോക്കുക. ആർക്കെങ്കിലും ഒക്കെ കിട്ടണേ എന്നാൽ നമുക്ക് അത്യാവശ്യം പരിചയപ്പെടുകയും ചെയ്യാം. പിന്നെ ഒരു ആൽഫബറ്റിക് നമുക്ക് ഞാനിപ്പോ 2-3 ക്ലാസ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഇന്ന് മിസ്സിന്റെ ക്ലാസ് എനിക്ക് കേട്ടപ്പോ ഭയങ്കര ഒരു എന്താ പറയുന്നത്, ഭയങ്കര ഒരു എന്താ പറയണ്ടേ, കുറച്ചും കൂടി കാര്യങ്ങൾ അറിയാനും പറ്റി. നല്ലൊരു ക്ലാസ് ആയിരുന്നു ഇന്നത്തെ ക്ലാസ്. അപ്പൊ ഇന്നലത്തെ ക്ലാസ് പിന്നെ കുട്ടികളെ വീട്ടിലുള്ളതുകൊണ്ട് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഹസ്ബൻഡും ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ കുട്ടികളെ എങ്ങനെയെങ്കിലും ഞാൻ ഇതാക്കിയിട്ട് എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യുമായിരുന്നു. ഹസ്ബൻഡ് വീടുള്ളതുകൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ക്ലാസ്സിനെ കുറിച്ചായാലും നമുക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നമുക്ക് പരസ്പരം പറഞ്ഞു തീർക്കാലോ, അതും നല്ലതല്ലേ? ഒരാളൊന്ന് കോർഡിനേറ്റ് ചെയ്താൽ മതി. ഇവന്റ് ക്ലാസ് ഉള്ള സമയത്ത് നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ നമ്പർ ഷെയർ ചെയ്തോ, വാട്സാപ്പ് ഗ്രൂപ്പ് ഒരാൾ ക്രിയേറ്റ് ചെയ്ത് ലിങ്ക് ഷെയർ ചെയ്തോ, അങ്ങനെ നിങ്ങൾക്ക് അത് ജോയിൻ ആവാലോ. ചെയ്തോളൂ, നോ പ്രോബ്ലം. നമ്മളതിന് യാതൊരു ഇൻസ്ട്രക്ഷൻസോ ഡയറക്ഷനോ തരില്ല. ഇറ്റ്സ് യുവർ പ്ലാറ്റ്ഫോം. ഹലോ മാം, ഞാൻ വിജയലക്ഷ്മി. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളിൽ വെറുതെ എല്ലാവരും തമ്മിൽ പരിചയപ്പെട്ടിട്ടേളോ, ക്ലാസ് ആയിട്ട് എടുത്തു തുടങ്ങിയിട്ടില്ല. വരാത്തവർക്ക് വേണ്ടിയിട്ട് ഇല്ല, ഞാൻ എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്തതാ. ഇപ്പൊ വരാത്ത ആള് പറഞ്ഞത് കൊണ്ട് ഞാൻ പറയാണ്. കഴിഞ്ഞ ദിവസം എല്ലാവരുടെയും പേര് പറഞ്ഞ് അഡ്രസ്സും പറഞ്ഞ് പരിചയപ്പെടലേ നടന്നിട്ടുള്ളൂ. ഇന്ന് മാമിന്റെ ക്ലാസ് മാത്രമാണ് ക്ലാസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. എല്ലാവരും ബുക്ക് വാങ്ങിയോ? ബുക്ക് വാങ്ങുന്നുണ്ട്? കിട്ടിയിട്ടില്ല. ബുക്ക് മെസ്സേജ് വന്നത് പൈസ അവർക്ക് ലിങ്ക് തന്നിട്ടുണ്ട്. പൈസ അയച്ചു കൊടുത്ത് ആ ഫോം ഫില്ല് ചെയ്ത് കൊടുത്ത് പൈസ അയച്ചു കൊടുത്ത 7 to 10 ഡേയ്സിന്റെ ഉള്ളിലാണ് ബുക്ക് കിട്ടാന്നും മെസ്സേജ് വന്നിട്ടുണ്ട്. ബുക്ക് കിട്ടിയിട്ടില്ല, ആർക്കും കിട്ടിയിട്ടില്ല ബുക്ക്. പൈസ അടച്ചു എല്ലാരും? ഇല്ല, ഞാൻ അടച്ചിട്ടില്ല. ഞാനത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടില്ല. അതില് മൊഡ്യൂള് പറയുന്നില്ലേ, അത് എന്താ ചെയ്തത്? PGക്കാർക്ക് ഒരു മൊഡ്യൂള്, ഡിപ്ലോമക്കാർക്ക് ഒരു മൊഡ്യൂള്, അങ്ങനെയാ. PGക്കാർക്ക് 5 മൊഡ്യൂളാണ്, ഡിപ്ലോമക്കാർക്ക് 3 മൊഡ്യൂളാണെന്ന് തോന്നുന്നു. 3 ഡിപ്ലോമക്കാർക്ക് 3 മൊഡ്യൂളാണ്. അപ്പൊ 3 എഴുതിയാൽ മതി അതില്. അല്ല, ഞാൻ PG എടുത്തിട്ടുള്ളവരാണെങ്കിൽ 5 മൊഡ്യൂൾ എന്ന് എഴുതാം. ഇപ്പൊ PG ആണ് അല്ലേ? വിജീഷ്ണ അല്ലേ ഇതില് പേര്? എന്താ പേര്? ശരണ്യ, കണ്ണൂർ.
ശരണ്യ. ഇതില് വിജേഷ് എന്ന് കണ്ടു, അതുകൊണ്ട് ചോദിച്ചു. അത് ഹസ്ബൻഡിന്റെ പേരോ? അല്ല, എനിക്കറിയില്ല, എനിക്ക് ഇതിനെ കൂടുതൽ അറിയില്ല ഈ ഫോണിന്റെ കാര്യങ്ങളെ. അതാ ശരണ്യ. അപ്പൊ എനിക്ക് തീരെ അറിയില്ല. അതുകൊണ്ടാണ് ഞാനും ഫോണ് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാലോ. അതുകൊണ്ടാണ് ഞാൻ നമ്പറിന് അവരോട് ചോദിച്ചത്. അപ്പൊ അവര് പറഞ്ഞു ക്ലാസ്സിൽ ചോദിച്ചു നോക്കുന്ന പറഞ്ഞത്. അപ്പോഴേക്കാ ഞാൻ ആദ്യത്തെ ദിവസം അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ ഒരു അഭിപ്രായം പറയട്ടെ. എന്താ വെച്ചാല് ഗ്രൂപ്പിലുണ്ട് എല്ലാവരും നമ്പർ. അപ്പം എന്റെ ഒരു അഭിപ്രായമാണ്, എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുമോ അറിയില്ല. ഇപ്പൊ കാസർഗോഡ്, കണ്ണൂർ ജില്ലക്കാർ അടുത്തായിരിക്കും. അങ്ങനെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോ അവർക്ക് തൊട്ടടുത്ത പ്രദേശത്തെല്ലാം ആയിരിക്കാം ചിലപ്പോ. അപ്പം അങ്ങനെ ഇല്ലവരെ നോക്കി അടുത്ത ജില്ലക്കാർ ഒരു ഗ്രൂപ്പ് അങ്ങനെ ആക്കുന്നതിൽ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാനിപ്പോ അന്ന് ഫസ്റ്റില് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യപ്പോ ഒരു 2 ആളെ കണ്ണൂരുള്ളൂ. ഞാനടക്കം 3 ആളാച്ച ഉള്ളതെന്ന് തോന്നുന്നു കണ്ണൂര്. എനിക്ക് ശരിക്കും അറിയില്ല, ഇന്ന് അവരെല്ലാം ജോയിൻ ആണോന്ന് അറിയില്ല. പിന്നെ എല്ലാവരും പല പല ജില്ലയിലും പല സ്ഥലത്താ. ഇതിപ്പോ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഉണ്ടാക്കിയിട്ടുണ്ടോ? അത് എനിക്കും അറിയില്ല. വാട്സപ്പ് ഗ്രൂപ്പ് എനിക്കും അറിയില്ല. ഞാൻ പറയട്ടെ. ഇപ്പൊ ഇതിന്റെ അകത്തുള്ള നമ്പറൊക്കെ വെച്ച് ആരെങ്കിലും ഒരാളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം. നമ്പർ എഴുതി എടുത്തിട്ടെ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ എല്ലാവർക്കും ഒരു ഗ്രൂപ്പ്, ഈ നമ്പറിന്റെ അകത്തുള്ള നമ്പറൊക്കെ ഉണ്ടല്ലോ, അത് എഴുതി എടുത്തിട്ട് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ എല്ലാവരും അതിന്റെ താടാകുമല്ലോ. അപ്പൊ നമുക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ എന്താ കാര്യങ്ങളൊന്നും അറിയാലോ. അങ്ങോട്ടും ഇങ്ങോട്ട് കമ്മ്യൂണിറ്റി മെസ്സേജ് അയക്കുകയും ചെയ്യാം. അതെ, അങ്ങനെ ചെയ്തോ. മൊത്തത്തിൽ എല്ലാരെയും ഇന്ന് വന്ന എല്ലാരെയും ആഡ് ചെയ്തിട്ട് നമുക്കൊരു ഗ്രൂപ്പ് ആക്കിക്കൂടെ? എന്നാ പിന്നെ ക്ലാസ് കഴിഞ്ഞിട്ടാകുമ്പോ മിസ് പറഞ്ഞ ചില പോയിന്റ് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അത് എഴുതിയവരോട് നമുക്ക് അത് ചോദിക്കാലോ. അതുമല്ല, ഈ അസൈൻമെന്റ് ഒക്കെ പോലെ തരുമ്പോ നമുക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യാം. ചോദിച്ച് മനസ്സിലാക്കാലോ. അപ്പൊ മൊത്തത്തിൽ എല്ലാരും ആഡ് ചെയ്യുന്നില്ലേ നല്ലത്? എല്ലാവരും കൂടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും ചെയ്ത് തുടങ്ങിയിട്ടുണ്ടോന്ന് അറിയില്ല. എനിക്കിത് ചെയ്യാൻ അറിയില്ല. എനിക്ക് അതിനെ പറ്റിയിട്ട് ധാരണയില്ല. കാരണം എന്താ വെച്ചാല് ഇതന്നെ എന്റെ മോള് എനിക്ക് ചെയ്തത്. എനിക്ക് അതിന് ഫോണുമായിട്ട് അങ്ങനെ കൂടുതലായിട്ട് അറിയില്ല. സെലക്ട് ചെയ്തിരിക്കുന്നത് എന്താ? ഇപ്പൊ സംസാരിക്കുന്നവരെല്ലാവരും PG കോഴ്സ് ആണോ സെലക്ട് ചെയ്തിരിക്കുന്നത്? ഡിപ്ലോമ ഞാൻ ഡിപ്ലോമ. അപ്പൊ നമുക്ക് അവസാനം വരുമ്പോഴേ നമുക്ക് PGക്കും ഡിപ്ലോമക്കാർക്കും സെപ്പറേറ്റ് ആവുന്നില്ലേ ക്ലാസ്? അത് ലാസ്റ്റ് മാസം, അത് ലാസ്റ്റ് ആണത്. ലാസ്റ്റ് അത് ഏറ്റവും ലാസ്റ്റ്. അങ്ങനെയല്ല, പക്ഷെ നമുക്കിതിപ്പോ മൊത്തത്തിൽ എല്ലാരും ഇൻക്ലൂഡ് ചെയ്യാം. എന്നിട്ട് ലാസ്റ്റ് ഇപ്പൊ ടീച്ചർമാർ പറയല്ലോ, അന്നേരം ഡിപ്ലോമക്കാർ ഒഴിവാക്കിയിട്ട് PG ഉള്ളവരെ മാത്രം നമുക്ക് വെച്ചാ പോരെ? അത്ര വരെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോയാ പോരെ? അത്ര വരെ അസൈൻമെന്റും റെക്കോർഡും പ്രൊജക്ടും കാര്യങ്ങളെല്ലാം ഉണ്ടാവുമല്ലോ. അന്നേരം അവസാനം വരെ എല്ലാവർക്കും ഒരുമിച്ച് തന്നെ. പിന്നെ ഇടക്ക് എന്തെങ്കിലും ഉള്ളു, അത് അന്നേരം വരുമ്പോ അത് PG-കാരായിട്ട് അവര് സ്വയമേ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിക്കോളും. അന്നേരം ലാസ്റ്റ് ടൈം വരുമ്പോഴേ ലാസ്റ്റ് അങ്ങനെ ഒരു പ്രശ്നം. നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഏകദേശം ഷെഡ്യൂൾസ് കഴിഞ്ഞ് PG-യുടെ ക്ലാസ് തുടങ്ങില്ലേ, താല്പര്യമുള്ളവരൊന്നും അല്ലാത്തവര് ലെഫ്റ്റ് ആയാൽ പോരെ? എന്തായാലും ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കിട്ടും, PG-കാർക്ക് PG സർട്ടിഫിക്കറ്റ്. ആവശ്യമുള്ളവര് ഡിപ്ലോമ അതും നോക്കട്ടെ. ഡിപ്ലോമക്കാർക്ക് PG-യുടെ ക്ലാസ് ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. വാട്സപ്പ് ഗ്രൂപ്പ് അല്ലേ? അതന്നെ. ലെഫ്റ്റ് ആയിക്കോട്ടെ, അല്ലാത്തവർക്ക് ജോയിൻ ചെയ്യാലോ. അങ്ങനെ ആവുമ്പോ നമുക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ അറിയുന്നവരുണ്ടെങ്കിൽ നാളെ രാവിലെ എല്ലാവരും കൂടി ചേരുമ്പോ ആദ്യം ഈ ക്ലാസ് റൂമിൽ ഏതെങ്കിലും ഒരു ക്ലാസ് റൂം എടുത്തിട്ട് എന്തായാലും അതിന്റെ അകത്ത് ആൾക്കാരുടെ ഇത് കാണുമല്ലോ. അത് നോക്കിയിട്ട് അതിന്റെ അകത്തുള്ളവരുടെ എല്ലാ നമ്പരൊന്നും ബുക്കിലോട്ട് എഴുതി എടുത്തിട്ടെ ആഡാക്കിയാൽ മതി. ആഡാക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും. പക്ഷെ എന്താണെന്നറിയോ, നമ്മള് ക്രിയേറ്റ് ചെയ്യുമ്പോഴേ എല്ലാരോടും ചോദിച്ചിട്ട് വേണ്ടിയിരിക്കും ചെയ്യാന്. അല്ല, താല്പര്യമില്ലാത്തവരങ്ങ് മാറട്ടെ. ആദ്യം ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്ക്. ക്രിയേറ്റ് ചെയ്യാം, എന്നിട്ട് പിന്നെ ചോദിച്ചിട്ട് താല്പര്യം ഇല്ല മാറുമെന്ന് പറയുകയാണെങ്കിൽ മാറിക്കോട്ടെ. നാളെ ക്ലാസ് കഴിയണ സമയത്ത് എന്തായാലും ആരും മാറാൻ സാധ്യത ഇല്ല. കാരണം ഇതിനെ കുറിച്ചൊക്കെ ഓരോരുത്തർ ഓരോ വഴികൾക്ക് പോകണോണ്ട് നമ്മൾ സംശയങ്ങളൊക്കെ അവർ ആ ഗ്രൂപ്പിൽ ചോദിച്ചോളും. മനസ്സിലായ? അവർ ചോദിക്കും, മാറാൻ സാധ്യത ഇല്ല. ചിലപ്പോ എല്ലാവരുടെ മനസ്സിലും ഉണ്ടായിരിക്കും ഈ ഐഡിയ, എല്ലാവരുടെ മനസ്സിലും ഉണ്ടായിരിക്കും.
ക്രിയേറ്റ് അതല്ല ചെയ്യാൻ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ നമുക്ക് ഇന്ന് തന്നെ കുറച്ചും കൂടെ ക്രിയേറ്റ് ചെയ്യുന്നല്ലേ നല്ലത്. എളുപ്പമായിരിക്കും. അതെ അതെ. അല്ല ഇന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നല്ലേ നല്ലത്. നാളെ ഇപ്പൊ ലീവല്ലേ? ഇന്ന് നാളെ പറ്റുമെങ്കിൽ ഇന്ന് സാറ്റർഡേ ചെയ്യും. അല്ലേ? ഞാൻ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ആരെങ്കിലും ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആരെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുവാണെങ്കിൽ പറയണം, എനിക്ക് അതിലോട്ട് ഞങ്ങൾ ആഡ് ആക്കാം, എന്നിട്ട് ഇത് നമുക്ക് ഒഴിവാക്കാന്ന് പറയണം. മനസ്സിലായോ? അങ്ങനെ ഇല്ലല്ലോ ആഡ് ഇതുവരെ ആക്കി ആരും ക്രിയേറ്റ് ചെയ്ത് ഇതിപ്പം വാട്സപ്പിലായിരിക്കുമല്ലോ നമ്മളിത് ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ അതിലൊരു പേര് ഇട്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങള്. ഓ ആ അപ്പൊ എന്നാ ഇട്ടിട്ടുണ്ടാവുക? അത് മോണ്ടിസോറി TTC 9 ഡിസംബർ 9th ബാച്ച് എന്നിട്ടാ മതി. ഒരു കാര്യം ചെയ്യാം. ഞാൻ പറയുന്ന അഭിപ്രായം, തിങ്കളാഴ്ച ക്ലാസ് തുടങ്ങുമ്പോ ചോദിക്കുക എല്ലാവരുടെയും, ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലേ, ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി ആഡാക്കാം, ഇല്ലെങ്കിൽ അപ്പൊ ചെയ്യാം. എങ്ങനെയാണെന്ന് തിങ്കളാഴ്ച ചെയ്യാൻ തിങ്കളാഴ്ച ചെയ്യുന്നേ? വേറെ നിങ്ങൾ അങ്ങനെ പോരെ, ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിത് കാണുമല്ലോ. പക്ഷെ ആരും അതന്നെ. അല്ല എല്ലാരും ആരെങ്കിലും മുൻകൈ എടുത്ത് ആരെങ്കിലും ഒന്ന് ആഡ് ആക്കില്ല, എന്നിട്ട് അത് ചെയ്തെന്ന് പറയുകയാണെങ്കിൽ ആ ഗ്രൂപ്പിലോട്ട് നമ്മൾ ആഡ് ആക്കാൻ പറയാം. എന്നിട്ട് അത് ഇതങ്ങ് കളയാലോ. അപ്പം അപ്പൊ പ്രശ്നം പറ്റില്ല. ഞാനൊരു കാര്യം അല്ല അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് ക്ലാസ് എടുക്കുമ്പോ പറയല്ലോ നമ്മളിങ്ങനെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതുവരെ അങ്ങനത്തെ ഒരു മെസ്സേജോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ലല്ലോ ആർക്കും. അല്ല ഇതിപ്പോ തുടങ്ങിയതല്ലേ ഉള്ളു. അപ്പൊ ആരും ക്രിയേറ്റ് ചെയ്ത് കാണത്തില്ല. അല്ല നമുക്ക് ക്രിയേറ്റ് ചെയ്തൂടെ? എന്നാ പിന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സും കൂടി ഡൗട്ട് ക്ലിയർ ചെയ്യാലോ. അതെ, അത് ക്രിയേറ്റ് ചെയ്യും. പറ്റുന്ന നമ്പറൊക്കെ കിട്ടുന്ന നമ്പറൊക്കെ വെച്ച് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് പറയുമ്പോൾ